Hello boys and girls, എന്തൊക്കെയുണ്ട് വിശേഷം? വാം വെൽക്കം. ഇന്ന് നമ്മുടെ വേദാന്ത് മലയാളം ചാനലിലെ മലയാളം ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയാസ് നമുക്ക് ഇന്ന് പഠിക്കാനുണ്ട്. കുറേ സ്റ്റുഡൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സാർ നമുക്ക് റിഡോക്സ് റിയാക്ഷൻ ടോപ്പിക് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? കാരണം അതിനകത്ത് കുറേ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ അതൊക്കെ എങ്ങനെ ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാം? സാർ ഒന്നും മനസ്സിലാവുന്നില്ല, ഓക്സിഡേഷൻ നമ്പറും പിന്നെ കുറേ റിഡോക്സ് റിയാക്ഷൻ ബാലൻസിങ് ഒക്കെ ഉണ്ട്, ഇതൊക്കെ നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് പഠിക്കാമെന്നൊക്കെ ചോദിച്ച് കുറേ ആൾക്കാർ മെസ്സേജ് അയക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് റിഡോക്സ് റിയാക്ഷൻ ടോപ്പിക് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. എന്തായാലും ഇതിനകത്തേക്കൊക്കെ വരുന്നതിന് മുന്നേ എന്നെ പറ്റി ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ. എൻ്റെ പേര് ഹെമിൻ റോയ്. ഒരു 5 വർഷമായിട്ട് ഞാനിപ്പോൾ ടീച്ചിങ്ങിൽ തന്നെയാണ്. നമ്മുടെ കോഴിക്കോട് NIT നിന്ന് 2017 ഞാൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായി. അതിനുശേഷം ടീച്ചിങ് തന്നെയാണ്. ഒരു 5 വർഷത്തിലായിട്ട് ഇപ്പം ജെയിലും നീറ്റിലും KVPYയിലും ഒളിമ്പ്യാഡ്സിലൊക്കെ കുറേ റാങ്കൊക്കെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും വഴി നമുക്ക് പരിചയപ്പെടാം. എനിവേ, എല്ലാവരും പറയും സാർ കെമിസ്ട്രി ഭയങ്കര പാടാണ്, കാരണം ഫിസിക്സും മാത്സും ഒക്കെ കുറേ കൂടെ ഒക്കെ ലോജിക്കലാണ്, പഠിക്കാൻ ഭയങ്കര എളുപ്പമായിട്ടൊന്നുമല്ല. എന്നാലും പറയും സാർ ഫിസിക്സും മാത്സും ഒക്കെ കുറേ കൂടെ ലോജിക്കലാണ്, കെമിസ്ട്രിയിൽ അങ്ങനെ ലോജിക്കൊന്നും ഇല്ല സാർ. അത് മാത്രമല്ല കുറേ ബൈഹാർട്ട് ചെയ്യാനുണ്ട്. ഇക്വേഷൻ ബൈഹാർട്ട് ചെയ്യണം, റിയാക്ഷൻസ് ബൈഹാർട്ട് ചെയ്യണം, എക്സാമ്പിൾസ് ബൈഹാർട്ട് ചെയ്യണം. ബൈഹാർട്ടിങ് മാത്രം ഇതൊന്നും പോരാനായിട്ട് കുറേ എക്സെപ്ഷൻസും അങ്ങനെയൊക്കെ പറയാറുണ്ട് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മുടെ സെഷൻസ്, അതായത് കെമിസ്ട്രി സെഷൻസ് പോകുന്നത് കുറച്ചുകൂടെയൊക്കെ ലോജിക്കൽ ബേസ്ഡ് ആണ്. എങ്ങനെയാണ് കെമിസ്ട്രിയുടെ ലോജിക്സ് മനസ്സിലാക്കുക, അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ക്വസ്റ്റൻസ് ഒക്കെ നമുക്ക് ടാക്കിൾ ചെയ്യാം ഇൻസ്റ്റെഡ് ഓഫ് ബൈ ഹാർട്ടിങ്. ഞാൻ ഒരിക്കലും ഒരു ബൈ ഹാർട്ടിങ് പേഴ്സൺ അല്ല. എന്തായാലും നമുക്ക് ലോജിക്കലി എങ്ങനെ കെമിസ്ട്രി മനസ്സിലാക്കുക എന്നുള്ളത് ഇനി നമുക്ക് മുമ്പേ നിങ്ങൾക്ക് വഴിയെ മനസ്സിലാക്കിയുള്ളത്. എന്തായാലും ഇന്നത്തെ സെഷനിൽ നമ്മൾ എന്താ പഠിക്കാൻ വേണമെന്നറിയോ? കോൺസെപ്റ്റ് ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. എന്താണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ? ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ച് റൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ റൂളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് വൃത്തിയായിട്ട് പഠിക്കണം. പിന്നെ റാഡിക്കൽസും അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റും, ഇതൊക്കെയാണ് ഇന്നത്തെ ഡിസ്കഷനിൽ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്സ്. എന്തായാലും ഇതിനകത്തേക്കൊക്കെ വരുന്നതിന് മുന്നേ ഇനി ആരെങ്കിലും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്യുക വീഡിയോ, കാരണം അവർക്കും എന്തായാലും ഉപകാരപ്പെടും. എല്ലാവരും എങ്ങനെ ഈസി ആയിട്ട് കോൺസെപ്റ്റ് പഠിക്കാം, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഐഡിയാസൊക്കെ എങ്ങനെ സിംപ്ലിഫൈഡ് ആയിട്ട് മനസ്സിലാക്കാമെന്നൊക്കെ നോക്കിയിരിക്കുന്നവരായിരിക്കും എല്ലാവരും. എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഞെക്കുക. കാരണം റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര ചെറിയൊരു ചാപ്റ്ററാണ്. ഇത് കഴിഞ്ഞിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സും ചാപ്റ്റേഴ്സൊക്കെ വരാനുണ്ട്. അപ്പോൾ ആ ടോപ്പിക്കൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങളുടെ കയ്യിൽ റെഗുലർ അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടണമെങ്കിൽ ആ ബെല്ലൈക്കണോട് ഞെക്കി വെച്ചേക്കാം. എന്തായാലും നമ്മുടെ ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്ന്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. എന്താണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്? എല്ലാവർക്കും തോന്നും സാർ ലൈക്ക് ഇത് ചാർജ് തന്നെയല്ലേ, ഒരു എലമെൻറ്റിന് ഉണ്ടാകുന്ന ചാർജിനല്ലേ നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പലരും ചോദിക്കാറുണ്ട്. ടു ആൻ എക്സ്റ്റെൻറ്റ് കറക്റ്റാണ്. പക്ഷേ ഒരു ആക്ച്വൽ ഡെഫിനിഷൻ വെച്ച് ഞാൻ ഇങ്ങനെ പറയാം: ദ ചാർജ് പ്രസൻറ്റ് ഏതർ റിയൽ ഓർ വിർച്വൽ ഓൺ എൻ എലമെൻറ്റ് ഇൻ എ ഗിവൺ കോമ്പൗണ്ട് ഈസ് കോൾഡ് ആസ് ഓക്സിഡേഷൻ നമ്പർ അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇങ്ങനെ ഒരു ഡെഫിനിഷൻ കണ്ടുകൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങളുടെ എല്ലാം മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഞാൻ 2 എക്സാമ്പിൾ എടുക്കാം. ഒന്ന് സോഡിയം ക്ലോറൈഡിൻ്റെ എക്സാമ്പിൾ, ഉപ്പ്, ഓക്കെ, കോമൺ സോൾട്ട്. രണ്ടാമത് ഹൈഡ്രജൻ ക്ലോറൈഡ്, HCl. ഈ 2 എക്സാമ്പിൾസ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ സോഡിയം ക്ലോറൈഡിൻ്റെ കേസിലാണെങ്കിൽ സോഡിയം വിൽ ലൂസ് 1 ഇലക്ട്രോൺ ടു ക്ലോറിൻ. സോഡിയം ഒരു ഇലക്ട്രോൺ ക്ലോറിന് കൊടുക്കും. അപ്പോൾ സോഡിയത്തിന് എന്ത് ചാർജ് ഉണ്ടാവും? ഒരു +1 ചാർജ് ഉണ്ടാവും. അതുപോലെ തന്നെ ക്ലോറിൻ ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്യാണ്. അപ്പോൾ ക്ലോറിൻ എന്ത് ചാർജ് ഉണ്ടാവും? ഒരു -1 ചാർജ് ഉണ്ടാവും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സോഡിയത്തിന് ഇൻ റിയാലിറ്റി ഒരു +1 ചാർജ് ഉണ്ട്, ക്ലോറിൻ അതുപോലെ തന്നെ ഒരു -1 ചാർജും ഉണ്ട്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് സോഡിയം നമുക്ക് സിമ്പിളായിട്ട് പറയാം, ദാറ്റ് വിൽ ബി +1. അതുപോലെ തന്നെ ഓക്സിഡേഷൻ നമ്പർ അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ക്ലോറിൻ വിൽ ബി -1. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ചാർജ് +1 -1 ചാർജ് ഇത് റിയൽ ചാർജാണ്. കാരണം NaCl എന്ന് പറയുന്ന ഒരു അയോണിക് കോമ്പൗണ്ടാണ്. അതിനകത്ത് കാറ്റയോണും ആനയോണും ഉണ്ടാവും. അതിന് ഒരു റിയൽ ചാർജ് ഉണ്ടാവും, പ്ലസ് അല്ലെങ്കിൽ മൈനസ് ചാർജ് ഉണ്ടാവും. അതേസമയം നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിൾ ഒന്ന് അനലൈസ് ചെയ്യാം. HCl, ഹൈഡ്രജൻ ക്ലോറൈഡ്. ഹൈഡ്രജനും ക്ലോറിനും ഒരു കോവലന്റ് ബോണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ ക്ലോറിൻ കുറച്ച് ഇലക്ട്രോൺ നെഗറ്റീവാണ്. എന്താണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ? ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഈസ് ലൈക്ക് വൺ ഓഫ് ദ കോംപ്ലിക്കേറ്റഡ് ടേം ഫോർ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ്. എല്ലാവരും പറയും സാർ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് എല്ലാവരും പറയും, എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയാറുണ്ട്. എന്താണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി? ഒരു കോവലന്റ് ബോണ്ട് ഉണ്ടാക്കുമ്പോൾ ഒരു എലമെൻറ്റിന് ഇലക്ട്രോൺ പെയർ അതിൻ്റെ അടുത്തേക്ക് വലിച്ചു നിർത്താനുള്ള ടെൻഡൻസിനെയാണ് നമ്മൾ എന്താ പറയുക, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ടെൻഡൻസി ഓഫ് ആൻ ആറ്റം to pull the electron towards it while engaged in a covalent bond. ഒരു കോവലന്റ് ബോണ്ട് ഫോം ചെയ്ത് കഴിയുമ്പോൾ ഇലക്ട്രോൺ പെയർ അതിൻ്റെ അടുത്തേക്ക് പുൾ ചെയ്ത് നിർത്താനുള്ള ടെൻഡൻസിനെയാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്ലോറിൻ കുറച്ച് ഇലക്ട്രോൺ നെഗറ്റീവാണ് ഹൈഡ്രജനെ കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഹൈഡ്രജനെ അപേക്ഷിച്ച് ക്ലോറിൻ ഈസ് ലിറ്റിൽ ബിറ്റ് മോർ ഇലക്ട്രോൺ നെഗറ്റീവ്. അപ്പോൾ എന്താ പറ്റുമെന്നറിയോ? ഈ ഇലക്ട്രോൺ പെയർ ക്ലോറിൻ അതിൻ്റെ അടുത്തേക്ക് വലിച്ചു നിർത്തും. അപ്പോൾ എന്ത് പറ്റും? ക്ലോറിൻ ഒരു
നെഗറ്റീവ് ചാർജ് എന്ന് പറയാൻ പറ്റില്ല, ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. അപ്പോൾ നമ്മളിവിടെ പാർഷ്യൽ നെഗറ്റീവ് എന്ന് മാർക്ക് ചെയ്യുന്നത്. ഈ സിമ്പിൾ കൊണ്ട് ആരും പേടിക്കൊന്നും വേണ്ട, ഇതിൻ്റെ പേര് ഡെൽറ്റ എന്നാണ്. ഡെൽറ്റ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർഷ്യൽ നെഗറ്റീവ് ചാർജ്. ഇവിടെ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ നടക്കുന്നില്ല, ഒരു ചെറിയ ഷിഫ്റ്റിംഗ് മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കിവിടെ കംപ്ലീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയാൻ പറ്റില്ല, ഒരു പാർഷ്യൽ ഷിഫ്റ്റിംഗ് ഓഫ് ഇലക്ട്രോൺ. സോ ക്ലോറിൻ വിൽ ഹാവ് എ പാർഷ്യൽ നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഹൈഡ്രജന് ഇലക്ട്രോൺസ് ക്ലോറിൻ്റെ അടുത്തേക്ക് നീങ്ങി നിൽക്കുമ്പോൾ ഹൈഡ്രജൻ വിൽ ഹാവ് എ പാർഷ്യൽ പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഹൈഡ്രജൻ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഉണ്ടാവും, ക്ലോറിന് ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. ഇവിടെ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഹൈഡ്രജൻ വിൽ ബി +1, ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്ലോറിൻ വിൽ ബി -1. ഇവിടെ നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ഈ ചാർജ് ഇതൊരു റിയൽ ചാർജ് അല്ല. ഒരു അയോണിക് കോമ്പൗണ്ടിൻ്റെ കേസിൽ നമുക്ക് പറയാം ദ ചാർജസ് ആർ റിയൽ, ഓക്സിഡേഷൻ നമ്പർ ഈസ് എ റിയൽ ചാർജ് എന്ന് പറയാം. പക്ഷേ ഒരു കോവലൻ മോളിക്യൂളിൻ്റെ കേസ് വരുമ്പോൾ നമുക്കങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ഒരു റിയൽ ചാർജ് ഇല്ല, പകരം എന്താ ഉണ്ടാവുക, ഒരു വെർച്വൽ ചാർജ് ഉണ്ടാവുക. ഇപ്പം നിങ്ങൾക്ക് ഒരു ഓവറോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്താണ് സംഭവം എന്നുള്ളത്. അപ്പം എങ്ങനെയാ പറയുക, ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ചാർജ് പ്രസൻറ്റ് ഓൺ എൻ എലമെൻറ്റ് ഇൻ എ ഗിവൺ കോമ്പൗണ്ട്. ഇറ്റ് ക്യാൻ ബി ദ ചാർജ് either റിയൽ ഇൻ an ionic compound or virtual in the case of a covalent compound. ആ സെയിം ഐഡിയ ആണ് നമ്മളിവിടെ പറയുന്നത്. ഫോർ an ionic compound the charge is real. For a covalent compound charge is virtual. സോ കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തോ, വാട്ടർ മോളിക്യൂൾ എടുത്തോ, ഇതൊക്കെ കോവലന്റ് കോമ്പൗണ്ട്സ് ആണ്. അപ്പോൾ കോവലന്റ് കോമ്പൗണ്ട്സിൻ്റെ കേസിൽ ചാർജ് എന്തായിരിക്കും, വിർച്വൽ ആയിരിക്കും. ഒരു കാര്യം കൂടി, എങ്ങനെയാണ് നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് റെപ്രസെൻറ്റ് ചെയ്യുക, അതൊരു കോമൺ കൺഫ്യൂഷനാണ്. എല്ലാവരും പറയും സാർ ഞാൻ എപ്പോഴും എഴുതി കഴിയുമ്പോൾ അത് ചാർജിൻ്റെ മാതിരിയാണ് എഴുതുന്നത്, അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റും ചാർജും നമ്മൾ എഴുതുമ്പോൾ കൺഫ്യൂഷൻ ആയി പോകുന്നൊക്കെ പറയാറുണ്ട്. എന്തായാലും അതിൻ്റെ ജനറൽ റെപ്രസെൻറ്റേഷൻ കൂടെ ഞാൻ പറഞ്ഞുതരാം. ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ സപ്പോസ് നമ്മളൊരു എലമെൻറ്റ് ഇ ആണെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതുന്നത് അതിൻ്റെ നേരെ മുകളിലാണ്, എക്സാക്ട്ലി എബവ് ദ എലമെൻറ്റ് റെപ്രസെൻറ്റേഷൻ വിൽ ഹാവ് ടു മെൻഷൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെയായിരിക്കും നമ്മൾ എഴുതാം, ഇപ്പോൾ എലമെൻറ്റിന് സപ്പോസ് -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം സൈൻ മെൻഷൻ ചെയ്യും, പ്ലസ് ഓർ മൈനസ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ ആൾക്കാർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2 പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗട്ട് ആവും. അപ്പം പ്ലസ് ഓർ മൈനസ് സൈൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആദ്യം സൈൻ മെൻഷൻ ചെയ്യും, പിന്നെ നമ്മുടെ ന്യൂമറിക്കൽ വാല്യൂ 2. ഇങ്ങനെയാണ് നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എലമെൻറ്റിൻ്റെ നേരെ മുകളിൽ. പക്ഷേ ചാർജ് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ പഴയ എക്സാമ്പിൾ നോക്കുമ്പോൾ ചാർജ് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ടുവേർഡ്സ് റൈറ്റ് ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, കുറച്ച് വലത്തേക്ക് മാറ്റി മുകളിൽ അത് ചാർജ്. പക്ഷേ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മെൻഷൻ ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റായ എലമെൻറ്റിൻ്റെ മുകളിലാണ് മെൻഷൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ NaClൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും, അപ്പോൾ NaClൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, സോഡിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്, +1. അപ്പോൾ നമ്മളിത് ഡയറക്റ്റ് അതിൻ്റെ മുകളിൽ എഴുതുന്നു. ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റോ -1. നമുക്ക് വേണമെങ്കിൽ മഗ്നീഷ്യം ഓക്സൈഡിൻ്റെ കേസ് കൊടുക്കാം. ഓക്കെ, മഗ്നീഷ്യം ഓക്സൈഡിൻ്റെ കേസ് വരുമ്പോൾ മഗ്നീഷ്യം ഓക്സൈഡ്, ഓക്കെ, ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആണ്, മഗ്നീഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ എങ്ങനെയാണ് മഗ്നീഷ്യത്തിൻ്റെ ഓക്സിജൻ്റെ ഒക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഡയറക്റ്റ് എഴുതിയെന്ന് ചോദിക്കും. എക്സാമ്പിൾസ് വരുന്നുണ്ട്, അത് ബാക്കിയുള്ള റൂൾസ് നമുക്ക് മനസ്സിലാക്കാനുണ്ട് ഇനി. ഓക്കെ, റൂൾസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. എന്തായാലും ഞാൻ മെൻഷൻ ചെയ്യുന്ന രീതി മാത്രം ഒന്ന് പറയാം. അതേപോലെ തന്നെ നമുക്ക് വാട്ടർ മോളിക്യൂളിൻ്റെ കേസിൽ, അതായത് ഒരു കോവലൻ മോളിക്യൂളിൻ്റെ കേസിൽ ദ ചാർജ് ഈസ് വിർച്വൽ. നമുക്ക് വേണമെങ്കിൽ വാട്ടർ മോളിക്യൂളിൻ്റെ കാര്യം മാത്രം ഒന്ന് അനലൈസ് ചെയ്യാം വേണമെങ്കിൽ. ഓക്കെ, വാട്ടർ മോളിക്യൂൾ H2O, ഹൈഡ്രജൻ ആണോ ഓക്സിജൻ ആണോ കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റീവ്? ആരാണ് കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റീവ് ഇവിടെ? ഹൈഡ്രജൻ ആണോ ഓക്സിജൻ ആണോ കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റീവ്? എല്ലാവർക്കും അറിയാമായിരിക്കും എന്തായാലും അല്ലേ? ഓക്സിജൻ ആണ് കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റീവ്. അയ്യോ, ഓക്സിജൻ ആണ് കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റീവ്. അപ്പോൾ എന്താ പറ്റുക, ഓക്സിജൻ ആണെങ്കിൽ ഹൈഡ്രജൻസിൻ്റെ അടുത്ത് ഇലക്ട്രോൺ കുറച്ചങ്ങ് വലിച്ചു പിടിക്കും. അപ്പം ഹൈഡ്രജൻ വിൽ ഹാവ് എ പാർഷ്യൽ പോസിറ്റീവ് ചാർജ്, മറ്റേ ഹൈഡ്രജൻ ഉണ്ടാവും ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ്. കാരണം 2 ഹൈഡ്രജൻ്റെ അടുത്ത് ഓക്സിജൻ ഇലക്ട്രോൺ വിഡ്രോ ചെയ്യും. അപ്പോൾ ഓക്സിജൻ എന്ത് ചാർജ് ഉണ്ടാവും, ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. ×2 എന്ന് ഞാൻ എഴുതും. എന്തുകൊണ്ടാണ് ×2 എന്ന് എഴുതുന്നത്? കാരണം ഓക്സിജൻ ഈ ഹൈഡ്രജൻ്റെ അടുത്തും വലിക്കും, മറ്റേ ഹൈഡ്രജൻ്റെ അടുത്തും വലിക്കും. അപ്പം നെറ്റ് എഫക്റ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഓക്സിജൻ വിൽ ഹാവ് എ -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഹൈഡ്രജൻ വിൽ ഹാവ് +1. ഇവിടെയും റെപ്രസെൻറ്റേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം ഞാൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് റെപ്രസെൻറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പം നമ്മൾ H2O മോളിക്യൂൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ എഴുതാൻ പോകണം. ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1, ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റോ -2.
ഇപ്പോൾ അടുത്ത കൺഫ്യൂഷൻ വരും, സർ 2 ഹൈഡ്രജൻ ഇല്ലേ, നമ്മൾ എന്തുകൊണ്ടാണ് +1 എന്ന് എഴുതിയത്, എന്തുകൊണ്ട് നമ്മൾ +2 എന്ന് എഴുതിയില്ല എന്ന് ചോദിക്കാം. ഓക്കെ, ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് മെൻഷൻ ഫോർ 1 സിംഗിൾ ആറ്റം. ഒരു സിംഗിൾ ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് നമ്മൾ എപ്പോഴും അതിൻ്റെ മുകളിൽ എഴുതുക. 2 ഹൈഡ്രജനോട് മൊത്തത്തോടെ എത്ര നല്ല നമ്മൾ എഴുതുന്നത്. ഫോർ 1 സിംഗിൾ ആറ്റം വാട്ട് ഈസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ദാറ്റ് ഈസ് മെൻഷൻഡ് എബവ് ദ എലമെൻറ്റ്. ഓക്കെ, ഒരു സിംഗിൾ ആറ്റത്തിന് എന്ത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ടോ അതാണ് നമ്മൾ അതിൻ്റെ മുകളിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ടോട്ടൽ ചാർജ് അല്ല. ഓക്കെ, അപ്പം ജസ്റ്റ് മെൻഷൻ ചെയ്തേ ഉള്ളൂ. നമുക്ക് ഇനി ബാക്കിയുള്ള റൂൾസിലേക്കൊക്കെ പോവാം. അപ്പോൾ നമുക്കൊരു ജനറൽ ഐഡിയ ആയി എന്താണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് എ ചാർജ് present on an element in a given compound. It can be either real or virtual. For the case of ionic compounds, the charge is real. For the case of covalent compound, the charge is virtual. I mean, for the ionic compounds, the charge is real, and for the covalent compound, the charge is virtual. Okay. ഇനി കാൽക്കുലേഷൻ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇവിടെ നമുക്ക് കുറച്ച് റൂളും കാര്യങ്ങളൊക്കെ ഫെമിലറൈസ് ആവാനുണ്ട്. ഓക്കെ, നമുക്ക് കുറേ റൂളും കാര്യങ്ങളുണ്ട്. എല്ലാ റൂളും ഭയങ്കര സിമ്പിളാണ്, ഈസി ആയിട്ട് നമുക്കിത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. നമുക്ക് ടാക്കിൾ ചെയ്യാവുന്ന ഐഡിയാസ് മാത്രമേ ഉള്ളൂ. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. എന്നാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റൂൾസ് ടു കാൽക്കുലേറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. റൂൾ നമ്പർ 1, ഒന്നാമത്തെ റൂള്, ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് എൻ എലമെൻറ്റ് ഇൻ ഇറ്റ് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ഈസ് ടേക്കൺ ആസ് 0. സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, ഇൻ ദ അൺകമ്പൈൻഡ് സ്റ്റേറ്റ്. അത് അതിനേക്കാളും വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടേമാണെന്ന് തോന്നുന്നു. അൺകമ്പൈൻഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ക്ലോറിനോ സോഡിയമോ സിങ്കോ ഹീലിയമോ എനി ഓഫ് ദീസ് എലമെൻറ്റ്സ്, ഏതെങ്കിലും എലമെൻ്റ് ആയിക്കോട്ടെ, ഇത് വേറൊരു എലമെൻറ്റുമായിട്ട് കമ്പൈൻ ചെയ്തൊരു മോളിക്യൂൾ ഉണ്ടാക്കുന്നില്ല ഇപ്പം. ഓക്കെ, ഇത് സ്റ്റാൻഡേർഡ് എലമെൻ്റൽ സ്റ്റേറ്റ് ആണിത്. ആസ് ആൻ എലമെൻറ്റ് ഇത് വേറൊരു എലമെൻറ്റുമായിട്ട് കമ്പൈൻ ചെയ്തൊരു കോമ്പൗണ്ട് ഉണ്ടാക്കിയിട്ടില്ല. അത് ഉണ്ടാക്കാത്തടത്തോളം കാലം അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കും, 0. അപ്പോൾ ഇവിടെ നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0. ഇവിടെ ക്ലോറിൻ വേറെ എലമെൻറ്റുമായിട്ട് ഒരു മോളിക്യൂൾ ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ക്ലോറിൻ വിൽ ഹാവ് എൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0. സോഡിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0. ഹീലിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0. സിങ്കിൻ്റെയോ 0. നൈട്രജൻ്റെയോ 0. ഓക്കെ, ഇൻ അൺകമ്പൈൻഡ് സ്റ്റേറ്റ്. In uncombined state, in the elemental state, in its standard state, oxidation state എത്രയാണ്, 0. ഓക്കെ, അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ആലോചിച്ച് വെച്ചോണം. ഓക്കെ, ഓർമ്മയിലുണ്ടാവണം. എനി എലമെൻറ്റ് ഇൻ ഇറ്റ് സ്റ്റാൻഡേർഡ് അൺകമ്പൈൻഡ് സ്റ്റേറ്റ് വിൽ ഹാവ് എൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0. അപ്പോൾ ഒന്നാമത്തെ റൂള് കഴിഞ്ഞു. രണ്ടാമത്തെ റൂള്, ഇനി ഇൻ കേസ് നമ്മുടെ ഈ എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തിരിക്കാൻ ചെയ്യും, അതായത് വേറൊരു എലമെൻറ്റുമായിട്ട് കമ്പൈൻ ചെയ്ത് ഒരു മോളിക്യൂൾ ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഓക്കെ നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റൂൾ 2, ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ആൽക്കലീൻ മെറ്റൽസ് വിൽ ബി +1. എന്താണ് ആൽക്കലീൻ മെറ്റൽസ്? ആൽക്കലീൻ മെറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പ് 1 എലമെൻറ്റ്സ്, ലിഥിയം സോഡിയം പൊട്ടാസ്യം റുബീഡിയം സീസിയം. ഈ എലമെൻറ്റ്സിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഫിക്സഡ് വാല്യൂ ആണ് +1. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് പറഞ്ഞാൽ എന്താ, ബെർലിയം മഗ്നീഷ്യം കാൽസ്യം സ്ട്രോൺഷ്യം ബേരിയം. നമ്മുടെ ഗ്രൂപ്പ് 2 എലമെൻറ്റ്സ്, ഗ്രൂപ്പ് 2 എലമെൻറ്റ്സിന് ഒരു ഫിക്സഡ് ഓക്സിഡേഷൻ സ്റ്റേറ്റേ ഉള്ളൂ +2. ഈ +1ഉം +2 ഒക്കെ എപ്പോഴാണ്, വെൻ ഇറ്റ് ഈസ് കമ്പൈൻഡ് വിത്ത് അനദർ എലമെൻറ്റ് ടു മേക്ക് എ കോമ്പൗണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ സോഡിയം ക്ലോറൈഡിൻ്റെ എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി കണ്ടു. സോഡിയം ക്ലോറൈഡിൻ്റെ എക്സാമ്പിൾ ആണെങ്കിൽ സോഡിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കും അറിയോ, +1. അത് ഫിക്സഡ് ആണ്, അതിനകത്ത് വേറൊരു ചേഞ്ച് ഉണ്ടാവില്ല, ഫിക്സഡ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് +1. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കാൽസ്യം ക്ലോറൈഡ് എടുക്കുകയാണെന്ന് വിചാരിച്ചോ, CaCl2. അങ്ങനെയാണെങ്കിൽ കാൽസ്യത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കും ഇവിടെ, കാൽസ്യത്തിൻ്റെ ഓക്സിഡേഷൻ എത്രയായിരിക്കും പറയാൻ പറ്റുമോ? കാൽസ്യം വിൽ ഹാവ് എൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2. ഓക്കെ, ഇൻ ദ കമ്പൈൻഡ് സ്റ്റേറ്റ്, അതായത് വേറൊരു എലമെൻറ്റുമായിട്ട് കമ്പൈൻ ചെയ്തൊരു മോളിക്യൂൾ ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനിൽ ആൽക്കലി മെറ്റൽസ് വിൽ ഹാവ് എൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ഫിക്സഡ്. ആൽക്കലൈൻ എർത്ത് മെറ്റൽ വിൽ ഹാവ് എൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഫിക്സഡ് അഗെയിൻ +2. ഈ രണ്ട് വാല്യൂസും ഫിക്സഡ് ആണ്, ഇതിനകത്ത് ചേഞ്ച് ഇല്ല ഒരിക്കലും. ഓക്കെ, നൗ ഇഫ് ഇറ്റ് ഈസ് ഇൻ ദ അൺകമ്പൈൻഡ് സ്റ്റേറ്റ്, അൺകമ്പൈൻഡ് സ്റ്റേറ്റിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. പക്ഷേ ഇൻ കമ്പൈൻഡ് സ്റ്റേറ്റ് +1 ഫോർ ആൽക്കലി മെറ്റൽസ് ഓർ ഗ്രൂപ്പ് 1, +2 ഫോർ ആൽക്കലൈൻ എർത്ത് മെറ്റൽ ഓർ ഗ്രൂപ്പ് 2 ഫിക്സ്ഡ്. ഇനി നമ്മൾ അടുത്ത കാര്യം, അടുത്ത റൂള്. ഓക്കെ, ഇപ്പം റൂൾ നമ്പർ 1 അൺകമ്പൈൻഡ് സ്റ്റേറ്റ്, റൂൾ നമ്പർ 2 ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെ കാര്യം തീരുമാനമായി. ഇനി നമ്മൾ പോകാൻ പോണത് ഹൈഡ്രജൻ്റെ കേസിലാണ്. ഓക്കെ, ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്
The common oxidation state of hydrogen is +1. General oxidation state എന്ന് പറയുന്നത് +1 ആണ്. Okay, when it is combined with a more electronegative element. ഹൈഡ്രജൻ അങ്ങനെ ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ് ഒന്നുമല്ല, കമ്പാരിറ്റീവ്ലി വെരി ലെസ് ഇലക്ട്രോൺ ആണ്. എന്നാൽ അങ്ങനത്തെ ഒരു നോർമൽ കണ്ടീഷനിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് നൈട്രജൻ എത്രയായിരിക്കും? സോറി, നൈട്രജൻ അല്ല, ഹൈഡ്രജൻ. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് +1 ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഒരു അമോണിയ മോളിക്യൂളിൻ്റെ എക്സാമ്പിൾ എടുത്ത് നമുക്ക് വേണമെങ്കിൽ അനലൈസ് ചെയ്യാം. അല്ലെങ്കിൽ HCl മോളിക്യൂളിൻ്റെ കേസ് നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു നമ്മൾ കുറച്ച് മുന്നേ അല്ലേ. HCl മോളിക്യൂളിൻ്റെ കേസ് നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ഇവിടെ മെൻഷൻ ചെയ്യാം. ക്ലോറിനാണ് കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റീവ്. ഇലക്ട്രോൺസ് ക്ലോറിൻ്റെ അടുത്തേക്ക് മാറിയിരിക്കും നിൽക്കുക. ക്ലോറിൻ വിൽ ഹാവ് എ പാർഷ്യൽ നെഗറ്റീവ് ചാർജ്, ഹൈഡ്രജൻ വിൽ ഹാവ് എ പാർഷ്യൽ പോസിറ്റീവ് ചാർജ്. അങ്ങനെയാണെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും ഹൈഡ്രജൻ്റെ? +1. +1 ആയിരിക്കും ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലേ. അപ്പം നമുക്ക് ഒന്നുകൂടെ അനലൈസ് ചെയ്യാം. HCl, ഓക്കെ, ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1, ഹൈഡ്രജൻ്റെത് +1. അപ്പം ഞാൻ ഇവിടെ ഓക്സിഡേഷൻ നമ്പർ എഴുതുകയാണ്. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഹൈഡ്രജൻ വിൽ ബി +1. നമുക്ക് വേണം അമോണിയ മോളിക്യൂളിൻ്റെ കേസ് കൂടെ ഒന്ന് അനലൈസ് ചെയ്യാം. ഞാൻ നേരത്തെ റെപ്രസെൻറ്റ് ചെയ്തായിരുന്നു അമോണിയ മോളിക്യൂൾ NH3. ഇവിടെ അമോണിയ മോളിക്യൂളിൻ്റെ കേസ് നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. നൈട്രജൻ ആണോ ഹൈഡ്രജൻ ആണോ കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റീവ്? നൈട്രജൻ ആണ് കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റീവ്. അപ്പോൾ എന്താ പറ്റുക? നൈട്രജൻ ഈ ഹൈഡ്രജൻ്റെ അടുത്ത് നിന്ന് ഇലക്ട്രോൺസ് ഒക്കെ കൊണ്ട് വലിക്കും. അപ്പോൾ ഹൈഡ്രജൻ എന്ത് ചാർജ് ഉണ്ടാവും? ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. ഈ ഹൈഡ്രജൻ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. ഈ ഹൈഡ്രജൻ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെയും എത്രയാണ്? ഓക്സിഡേഷൻ നമ്പർ ഓർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജൻ ഈസ് അഗെയിൻ +1. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെയും +1 തന്നെയാണ്. ഓക്കെ, സോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജൻ ഈസ് ജനറലി +1 വെൻ അറ്റാച്ച്ഡ് ടു എ മോർ ഇലക്ട്രോൺ നെഗറ്റീവ് എലമെന്റ്. ഹൈഡ്രജൻ അത്ര ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ് ഒന്നുമല്ല. സോ നോർമൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ്. എന്നാൽ ഒരു വ്യത്യാസം ഉണ്ടാവും. അതെപ്പോഴാണെന്നറിയോ? വെൻ ഹൈഡ്രജൻ ഈസ് അറ്റാച്ച്ഡ് ടു എ ലീസ്റ്റ് ഇലക്ട്രോൺ നെഗറ്റീവ് എലമെന്റ്, അല്ലെങ്കിൽ വേറെ രീതിയിൽ എഴുതാം, ഓർ or a highly electropositive element. ഹൈഡ്രജൻ വേറെ ഭയങ്കര ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറഞ്ഞ ഒരു എലമെൻറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടിയ ഒരു എലമെൻറ്റുമായിട്ടൊരു ബോണ്ട് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ സിറ്റുവേഷനിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആയിരിക്കും. നമുക്ക് എക്സാമ്പിൾ എടുക്കാം. സോഡിയം ഹൈഡ്രൈഡ് NaH. ഇവിടെ സോഡിയം ആണോ ഹൈഡ്രജൻ ആണോ കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റീവ്? ഇവിടെ ഹൈഡ്രജൻ ആണ് കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റീവ്. സോഡിയം ഈസ് മോർ ഇലക്ട്രോ പോസിറ്റീവ്. അപ്പം സോഡിയത്തിന് എന്ത് ചാർജ് ഉണ്ടാവും? സോഡിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇപ്പോഴും +1 ആണ്. നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. ആൽക്കലി മെറ്റൽസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? എപ്പോഴും +1 ഇൻ കമ്പൈൻഡ് സ്റ്റേറ്റ്. ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര ആയിരിക്കും അറിയോ? -1. വേറെ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട് MgH2. വേറൊരു കളർ എടുത്ത് നമുക്ക് എഴുതാം. അത് MgH2 മഗ്നീഷ്യം ഹൈഡ്രൈഡ്. മഗ്നീഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര ആയിരിക്കും അറിയോ? +2. നമ്മൾ ഓൾറെഡി പഠിച്ചു. ആൽക്കലൈൻ എർത്ത് മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വിൽ ബി +2. ഓക്കെ, ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റോ? ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 -2? ഇറ്റ് വിൽ ബി -1. ഈച്ച് ഹൈഡ്രജൻ വിൽ ഹാവ് -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. നമ്മൾ എപ്പോഴും ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് മെൻഷൻഡ് ഈസ് ബിലോങ്ങിങ് ടു വൺ സിംഗിൾ ആറ്റം. ഓക്കെ, ഒരു സിംഗിൾ ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മളിവിടെ മെൻഷൻ ചെയ്തേക്കുന്നത് -1. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ്റെ കാര്യത്തിൽ തീരുമാനമായി. കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജൻ ഈസ് +1 ഇൻ ജനറൽ. പക്ഷേ ഒരു ഡിഫറൻസ് ഉണ്ടാവാം. വെൻ ഹൈഡ്രജൻ ഈസ് കണക്റ്റഡ് ടു എ ലീസ്റ്റ് ഇലക്ട്രോൺ നെഗറ്റീവ് എലമെൻറ്റ് ഓർ ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് എലമെൻറ്റ് ലൈക്ക് സോഡിയം, മഗ്നീഷ്യം, കാൽസ്യം. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഹൈഡ്രജൻ വിൽ ഹാവ് എ -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇതിനെ നമ്മൾ അയോണിക് ഹൈഡ്രൈഡ്സ് എന്നാണ് പറയുന്നത്. അയോണിക് ഹൈഡ്രൈഡ്സ് ഇത് നമ്മൾ ചാപ്റ്റർ ഹൈഡ്രജനിൽ നമ്മൾ പിന്നെയും പഠിക്കുന്നുണ്ട്. അയോണിക് ഹൈഡ്രൈഡ്സ്. In ionic hydrides, oxidation state will be how much? -1. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഓക്സിജൻ്റെ കേസാണ്. ഓക്സിജൻ്റെ കേസിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് ജനറലി -2. ജനറൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഞാൻ പറയുന്നത് കേട്ടോ. ഓക്സിജൻ്റെ ജനറൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് -2 ആണ്. ഓക്കെ, വെൻ ഇറ്റ് ഈസ് അറ്റാച്ച് ടു എ ലെസർ ഇലക്ട്രോൺ നെഗറ്റീവ് എലമെൻറ്റ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഓർഡർ നിങ്ങൾക്ക് അറിയോ? ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള എലമെൻറ്റ് ഏതാ? ഫ്ലൂറിൻ. ഫ്ലൂറിനാണ് ഏറ്റവും ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള എലമെൻറ്റ്. അത് കഴിഞ്ഞാലോ? അത് കഴിഞ്ഞാൽ ഓക്സിജൻ, അത് കഴിഞ്ഞാൽ നൈട്രജൻ, പിന്നെ നൈട്രജൻ്റെ ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ട് നമുക്ക് ക്ലോറിനുണ്ട് കേട്ടോ. ഇതാണൊരു ഓൾമോസ്റ്റ് ഓർഡർ.
അപ്പോൾ ഓക്സിജൻ വേറെ ഏതെങ്കിലും ഒരു എലമെൻറ്റ്, ഫ്ലൂറിനല്ല, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറഞ്ഞ ഏതെങ്കിലും ഒരു എലമെൻ്റ് ആയിട്ട് ബോണ്ട് ചെയ്തേക്കാണെങ്കിൽ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് -2 ആയിരിക്കും. സോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഓക്സിജൻ ഇൻ മഗ്നീഷ്യം ഓക്സൈഡ് വിൽ ബി -2. ഓക്കെ, മഗ്നീഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു. ആൽക്കലൈൻ എർത്ത് മെറ്റൽ വിൽ ഹാവ് എൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ വാട്ടർ മോളിക്യൂളിൻ്റെ കേസ് നമുക്ക് ബോണ്ട് റെപ്രസെൻറ്റേഷൻ വഴി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഹൈഡ്രജൻ ആണോ ഓക്സിജൻ ആണോ കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റീവ്? നമുക്കറിയാം ഓക്സിജൻ ആണ് കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റീവ്. ഹൈഡ്രജൻ ഹാസ് ലെസർ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. അപ്പോൾ എന്താ പറ്റുക? ഇലക്ട്രോൺസ് ഓക്സിജൻ്റെ സൈഡിലേക്കായിരിക്കും നീങ്ങി നിൽക്കുന്നത്. സോ ഹൈഡ്രജൻ വിൽ ഹാവ് എ പാർഷ്യൽ പോസിറ്റീവ് ചാർജ്. ദിസ് ഹൈഡ്രജൻ ഓൾസോ വിൽ ഹാവ് എ പാർഷ്യൽ പോസിറ്റീവ് ചാർജ്. ഓക്സിജൻ ആണെങ്കിൽ ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും × 2 ടൈംസ് ബിക്കോസ് ഓക്സിജൻ വിഡ്രോ ഇലക്ട്രോൺ ഫ്രം ബോത്ത് ദ ഹൈഡ്രജൻ. രണ്ട് ഹൈഡ്രജൻ്റെ അടുത്തു നിന്നും ഓക്സിജൻ ഇലക്ട്രോൺ വലിക്കുന്നുണ്ട്. അപ്പം മൊത്തത്തോടൊരു -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ടാവും എന്ന് പറയാം. ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റോ +1. എഗെയിൻ നമ്മൾ ഒരു സിംഗിൾ ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് നമ്മൾ ഇവിടെ എപ്പോഴും മെൻഷൻ ചെയ്യുന്നത് കേട്ടോ, മറക്കല്ലേ. വി ഓൾവേസ് മെൻഷൻ ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് വൺ സിംഗിൾ ആറ്റം, നോട്ട് ഫോർ ഓൾ ദ ആറ്റംസ്. ഓക്കെ, ജനറൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഓക്സിജൻ -2. പക്ഷേ ഓക്സിജൻ്റെ കേസിലും നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവാം. ദർ ആർ 3 കണ്ടീഷൻസ് വെയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഓക്സിജൻ ക്യാൻ ബി ഡിഫറെൻറ്റ്. അതായത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓക്സിജൻ്റെത് ക്യാൻ ബി ഡിഫറെൻറ്റ് ഇൻ 3 കണ്ടീഷൻസ്. 3 കണ്ടീഷൻസ്: ഒന്ന് പെറോക്സൈഡ്, രണ്ടാമത്തെ സൂപ്പർ ഓക്സൈഡ്, മൂന്നാമത്തെ ഓക്സിഫ്ലൂറൈഡ്സ്. നമുക്ക് ഈ 3 കേസ് ഒന്ന് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ടിങ് വിത്ത് പെറോക്സൈഡ്. ഒന്നാമത്തെ കേസ് എന്താണ് പെറോക്സൈഡ്? ഒരു ഓക്സിജൻ സിംഗിൾ ബോണ്ട് ലിങ്കിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഓക്സിജൻ സിംഗിൾ ബോണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? പെറോക്സൈഡ് ലിങ്കേജ് എന്ന് പറയുന്നത്. പെറോക്സൈഡ് ലിങ്കേജ്. എന്താണ് പെറോക്സൈഡ് ലിങ്കേജ്? ഓക്സിജൻ സിംഗിൾ ബോണ്ടിനെയാണ് നമ്മൾ പെറോക്സൈഡ് ലിങ്കേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഓക്സിജൻ സിംഗിൾ ബോണ്ട് ഉണ്ട്, 2 ഹൈഡ്രജൻസും ഉണ്ട്. ഇതിനാണ് നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സോഡിയം പെറോക്സൈഡ് ഉണ്ട്, ബേരിയം പെറോക്സൈഡ് ഉണ്ട്, പല ടൈപ്പ് ഓഫ് പെറോക്സൈഡ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഓക്സിജൻ സിംഗിൾ ബോണ്ടിനെ നമ്മൾ പെറോക്സൈഡ് എന്ന് പറയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റും -1 ആണ്. അതെങ്ങനെയാണ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, ഹൈഡ്രജൻ ആണോ ഓക്സിജൻ ആണോ കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റീവ്? ഓക്സിജൻ. അപ്പം ഈ ഓക്സിജൻ ഹൈഡ്രജൻ്റെ അടുത്ത് നിന്ന് ഇലക്ട്രോൺ വലിക്കും. ഹൈഡ്രജൻ വിൽ ഹാവ് എ പാർഷ്യൽ പോസിറ്റീവ് ചാർജ്, ഓക്സിജൻ വിൽ ഹാവ് എ പാർഷ്യൽ നെഗറ്റീവ് ചാർജ്. അത് തന്നെ മറ്റേ സ്ഥലത്ത് നടക്കും. ദിസ് ഹൈഡ്രജൻ വിൽ ഹാവ് എ പാർഷ്യൽ പോസിറ്റീവ് ചാർജ്, ദിസ് ഓക്സിജൻ വിൽ ഹാവ് എ പാർഷ്യൽ നെഗറ്റീവ് ചാർജ്. ഇനി ഈ 2 ഓക്സിജൻ്റെ ഇടയിലോ? ഈ 2 ഓക്സിജൻ്റെ ഇടയിലുള്ള സിംഗിൾ ബോണ്ടാണ്. 2 ഓക്സിജനും ഈക്വലി ഇലക്ട്രോൺ നെഗറ്റീവ് ആണ്. അപ്പം ഇലക്ട്രോൺ വിഡ്രോ ചെയ്യാൻ പറ്റില്ല, ഇലക്ട്രോൺ പുഷ് ചെയ്യാനും പറ്റില്ല. പ്രത്യേകിച്ച് ഇലക്ട്രോൺ ഗെയിനോ ലൂസിങ്ങോ ഈ ബോണ്ടിൽ ഉണ്ടാവില്ല. ഈ ബോണ്ടിൽ ഓക്സിജൻ സിംഗിൾ ബോണ്ട്, 2 ഓക്സിജനും ഈക്വലി ഇലക്ട്രോൺ നെഗറ്റീവ് ആണ്. അപ്പം നെറ്റ് ഗെയിൻ, നെറ്റ് ലോസ് ഓഫ് ഇലക്ട്രോൺ 0. അപ്പം ഇവിടെ നിങ്ങൾ നോക്കിയേ, ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? -1. മറ്റേ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റോ? അതും -1. അപ്പോൾ പെറോക്സൈഡ് കേസിൽ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ ഈസ് -1. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അടുത്ത കേസ്, രണ്ടാമത്തെ കേസ് സൂപ്പർ ഓക്സൈഡ്. എന്താണ് സൂപ്പർ ഓക്സൈഡ്? ഒരു മോളിക്യൂൾ ഞാൻ എഴുതിയിട്ടുണ്ട്, പൊട്ടാസ്യം സൂപ്പർ ഓക്സൈഡ്, KO2. സൂപ്പർ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ 2 ഓക്സിജൻ ആറ്റത്തിന് മൊത്തത്തോടെ ഒരു മൈനസ് ചാർജ് ഉണ്ടാകുന്നത്, O2 മൈനസ് അയോൺ. ഇതിനാണ് നമ്മൾ സൂപ്പർ ഓക്സൈഡ് അയോൺ എന്ന് പറയുന്നത്. സൂപ്പർ ഓക്സൈഡ് അയോൺ. ഓക്കെ, സൂപ്പർ ഓക്സൈഡ് അയോൺ എന്ന് പറയുമ്പോൾ 2 ഓക്സിജൻ ആറ്റത്തിനും കൂടെ കൂടിയിട്ട് ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടാകുന്നത്. അപ്പോൾ ഓരോ ഓക്സിജൻ ആറ്റത്തിന് എത്ര ചാർജ് ഉണ്ടാവും? 2 ഓക്സിജൻ ആറ്റത്തിനും കൂടെ ഒരു നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഓരോ ഓക്സിജൻ ആറ്റത്തിന് എന്ത് ചാർജ് ഉണ്ടാവും? -1/2 ഉണ്ടാവും. അപ്പം ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഓക്സിജൻ വിൽ ബി -1/2. ഇവിടെ ഒരു ഫ്രാക്ഷണൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് വരുന്നത്, ഫ്രാക്ഷണൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ നമുക്ക് KO2ൻ്റെ എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒന്ന് എഴുതി നോക്കാം. പൊട്ടാസ്യം വിൽ ഹാവ് എ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1. അത് നമുക്ക് അറിയാവുന്നതാണ് അല്ലേ? ആൽക്കലി മെറ്റൽസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1. O2 ആണെങ്കിലോ? O2 എന്ന് പറയുന്നത് സൂപ്പർ ഓക്സൈഡ് അയോൺ ആണ് ഇവിടെ. അപ്പോൾ ഓക്സിജൻ വിൽ ഹാവ് എൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1/2. എന്നാൽ പിന്നെയും പറയുകയാണ് ഞാൻ, നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതുമ്പോൾ ഒരു സിംഗിൾ ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് നമ്മൾ അതിൻ്റെ മുകളിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, 2 ഓക്സിജൻ കൂടെ എത്ര ഉണ്ടെന്നല്ല, ഓരോ ഓക്സിജൻ ആറ്റത്തിന് എത്ര ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ടെന്നാണ് നമ്മൾ മെൻഷൻ ചെയ്തേക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ കേസും കഴിഞ്ഞു, സൂപ്പർ ഓക്സൈഡ് അയോൺ. പെറോക്സൈഡ് അയോൺ -1, സൂപ്പർ ഓക്സൈഡ് കേസ് -1/2, ഫ്രാക്ഷണൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഓക്സിജൻ വിൽ ഹാവ് പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇവിടെ ഓക്സിജൻ
ഫ്ലൂറിനുമായിട്ടാണ് കണക്ട് ആയിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഓർഡറിൽ ഫ്ലൂറിനാണ് ഏറ്റവും മുകളിൽ, അത് കഴിഞ്ഞിട്ടാണ് ഓക്സിജൻ, അത് കഴിഞ്ഞിട്ടാണ് നൈട്രജൻ. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വെച്ചിട്ട് ഫ്ലൂറിനാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റീവ് എങ്കിൽ ഫ്ലൂറിനാണോ ഓക്സിജനാണോ ഇലക്ട്രോൺ വിഡ്രോ ചെയ്യുക? അത് ഫ്ലൂറിനായിരിക്കും. ഓക്കെ, കാരണം ഫ്ലൂറിനാണല്ലോ കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റീവ്. അപ്പോൾ എന്താ പറ്റുക? ഫ്ലൂറിൻ വിൽ വിഡ്രോ ദ ഇലക്ട്രോൺ ടുവേർഡ്സ് ഇറ്റ്. ഫ്ലൂറിൻ വിൽ ഹാവ് പാർഷ്യൽ നെഗറ്റീവ് ചാർജ്. ദിസ് ഫ്ലൂറിൻ ഓൾസോ വിൽ ഹാവ് പാർഷ്യൽ നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഓക്സിജൻ എന്തുണ്ടാവും? പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഉണ്ടാവും ഇൻറ്റു 2 times, ബിക്കോസ് രണ്ട് ഫ്ലൂറിനിൽ നിന്ന് ഇലക്ട്രോൺ വിഡ്രോ ചെയ്യുന്നുണ്ട്. അപ്പം ഓക്സിജൻ വിൽ ഹാവ് എ +2 ഓക്സിഡൈസ് സ്റ്റേറ്റ്. അപ്പോൾ നമ്മൾ OF2 മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ OF2 മോളിക്യൂളിൽ ഓക്സിജൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് എത്രയായിരിക്കും അറിയോ? +2. ഫ്ലൂറിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് -1 തന്നെയായിരിക്കും. അതുപോലെ തന്നെ O2F2 നമ്മൾ പോവുകയാണെങ്കിൽ സിമിലർലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഓക്സിജൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് +1 ആയിരിക്കും. ഫ്ലൂറിൻ്റെത് പിന്നെയും -1 ആയിരിക്കും ഓക്സിഡൈസ് സ്റ്റേറ്റ്. ഓക്കെ, ഈ ഒരൊറ്റ കേസിൽ മാത്രമാണ് ഓക്സിജൻ ഒരു പോസിറ്റീവ് ഓക്സിഡൈസ് സ്റ്റേറ്റ് ഉള്ളത്. ബാക്കിയുള്ള എല്ലാ കേസിലും നെഗറ്റീവാണ്. നോർമൽ ഓക്സിഡൈസ് സ്റ്റേറ്റ് എടുക്കുകയാണെങ്കിൽ നോർമൽ ഓക്സിഡൈസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് -2 ആണ്. ഓക്കെ, അവിടെ നെഗറ്റീവ് വാല്യൂ ആണ്. പെറോക്സൈഡിൻ്റെ കേസിൽ -1 ആണ്. സൂപ്പർ ഓക്സൈഡിൻ്റെ കേസിൽ -1/2 ആണ്. ഇതെല്ലാം നെഗറ്റീവ് വാല്യൂ ആണ്. പക്ഷേ ഓക്സിജൻ പോസിറ്റീവ് ഓക്സിഡൈസ് സ്റ്റേറ്റ് എക്സിബിറ്റ് ചെയ്യുന്ന രണ്ട് കേസ് OF2, O2F2. ഓക്സിജൻ ഫ്ലൂറിൻ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ഓക്സി ഫ്ലൂറൈഡ്സിൽ ഓക്സിജൻ വിൽ ഹാവ് +2 അല്ലെങ്കിൽ +1 ഓക്സിഡൈസ് സ്റ്റേറ്റ്, പോസിറ്റീവ് ഓക്സിഡൈസ് സ്റ്റേറ്റ് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കേസ് OF2, O2F2 കേസ് മൾട്ടിപ്പിൾ ടൈംസ് നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് കേസ് ഞാനിതോടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യാണ്. ഓക്കെ, PYQ എന്ന് പറഞ്ഞാൽ എന്താ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. OF2 ഓക്സിഡൈസ് സ്റ്റേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. O2F2 ഓക്സിഡൈസ് സ്റ്റേറ്റ് നീറ്റിനൊക്കെ പലതവണ ചോദിച്ചിട്ടുണ്ട്. എന്തായാലും ഓക്സിജൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനി അടുത്തൊരു കാര്യം, ഇനി പറയാൻ പോണ കാര്യം നമ്മുടെ ഹാലജൻസിൻ്റെ കേസിലാണ്. ഹാലജൻ്റെ ജനറൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് -1 ആണ്. നമ്മൾ ഓൾറെഡി HCl കേസ് കണ്ടായിരുന്നു. ക്ലോറിൻ ഈസ് മോർ ഇലക്ട്രോൺ നെഗറ്റീവ്. ക്ലോറിൻ പുൾ ദ ഇലക്ട്രോൺ ടുവേർഡ്സ് ഇറ്റ്. ക്ലോറിൻ വിൽ ഹാവ് എ പാർഷ്യൽ നെഗറ്റീവ് ചാർജ്. ഹൈഡ്രജൻ വിൽ ഹാവ് എ പാർഷ്യൽ പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്ലോറിൻ എത്രയായിരിക്കും? -1. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഹൈഡ്രജൻ നമുക്ക് ഓൾറെഡി അറിയാം +1 ആണെന്ന്. ഓക്കെ, പക്ഷേ ഇതൊരു നോർമൽ കണ്ടീഷനിലാണ്. പക്ഷേ വാട്ട് ഈഫ് നമ്മുടെ ഹാലജൻ കുറച്ചുകൂടെ ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള വേറൊരു എലമെൻറ്റുമായിട്ട് ബോണ്ട് ചെയ്തേക്കാണെന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ ClF3 നമ്മൾ കൺസിഡർ ചെയ്യാം. ക്ലോറിനാണോ ഫ്ലൂറിനാണോ കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റീവ്? ഫ്ലൂറിനാണ് കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റീവ്. അപ്പോൾ എന്താ പറ്റുക? ഫ്ലൂറിൻ വിൽ വിഡ്രോ ദ ഇലക്ട്രോൺ ടുവേർഡ്സ് ഇറ്റ്. ഫ്ലൂറിൻ വിൽ ഹാവ് എ പാർഷ്യൽ നെഗറ്റീവ് ചാർജ്. This fluorine also will have a partial negative charge. This fluorine also will have a partial negative charge. Apollo chlorine will have a partial positive charge 3 times. Chlorine will have a partial positive charge 3 times. അപ്പോൾ ക്ലോറിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് എത്ര ഇവിടെ? +3. ഇപ്പോൾ ClF3 മോളിക്യൂൾ നമ്മൾ എഴുതുകയാണെങ്കിൽ ക്ലോറിൻ വിൽ ഹാവ് എൻ ഓക്സിഡൈസ് സ്റ്റേറ്റ് +3. ഫ്ലൂറിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് -1 ആണ് കേട്ടോ. അതുപോലെ തന്നെ BrF5 വേറെ എക്സാമ്പിൾ. അതുപോലെ വേറെ എക്സാമ്പിൾസ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, IF7 എന്നൊക്കെ പറഞ്ഞ്. അപ്പം ബ്രോമിൻ്റെ കേസ് എടുത്തു. ബ്രോമിൻ പെൻറ്റാഫ്ലൂറൈഡ് BrF5. ഫ്ലൂറിനാണ് കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റീവ്. അപ്പം ഫ്ലൂറിൻ വിൽ വിഡ്രോ ദ ഇലക്ട്രോൺസ്. ഫ്ലൂറിൻ വിൽ ഹാവ് പാർഷ്യൽ നെഗറ്റീവ് ചാർജ്. ബ്രോമിനോ 5 ഫ്ലൂറിനാണ് ഇലക്ട്രോൺ വിഡ്രോ ചെയ്യുന്നത്. അപ്പം ബ്രോമിനോ പ്ലസ് പാർഷ്യൽ പോസിറ്റീവ് ചാർജ് × 5. ബ്രോമിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് എത്രയായിരിക്കും ഇവിടെ? ബ്രോമിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് +5 ആയിരിക്കും ഇവിടെ. അപ്പം BrF5 മോളിക്യൂൾ ബ്രോമിൻ വിൽ ഹാവ് +5 ഓക്സിഡൈസ് സ്റ്റേറ്റ് ആൻഡ് ഫ്ലൂറിൻ വിൽ ഹാവ് -1 ഓക്സിഡൈസ് സ്റ്റേറ്റ്. ഓക്കെ, ഇതാണ് ഹാലജൻ്റെ കേസ്. ശരിക്കും പറഞ്ഞാൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാറുന്ന ഒരു സിറ്റുവേഷൻ എപ്പോഴാണെന്നറിയോ? ഓക്സിഡൈസ് സ്റ്റേറ്റ് നോർമലി ഉള്ള വാല്യൂ നിന്ന് മാറുന്ന എപ്പോഴാണ്? അത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിയതോ അല്ലെങ്കിൽ കുറഞ്ഞതോ ആയിട്ടുള്ള വേറൊരു എലമെൻറ്റുമായിട്ട് ബോണ്ട് ഉണ്ടാക്കുമ്പോൾ മാത്രമാണ്. അപ്പം ഇതൊന്നും ഒരു എക്സെപ്ഷൻസ് ആയിട്ടല്ല പഠിക്കേണ്ടത്. ഇതൊക്കെ ആക്ച്വൽ സിറ്റുവേഷൻസ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇപ്പം ക്ലോറിൻ്റെ അല്ലെങ്കിൽ ഹാലജൻ്റെ നോർമൽ ഓക്സിഡൈസ് സ്റ്റേറ്റ് -1 തന്നെയാണ്. പക്ഷേ വാട്ട് ഇഫ് ഇറ്റ് ഈസ് ബോണ്ടഡ് ടു എ ഹൈലി ഇലക്ട്രോൺ നെഗറ്റീവ് ആറ്റം? അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ മാറും. സെയിം കേസ് ഫോർ ഹൈഡ്രജൻ, ഓക്സിജൻ, എല്ലാ കേസിലും ഇങ്ങനെ തന്നെയാണ്. അപ്പം ഹാലജൻ്റെ കേസിലും നമുക്കൊരു തീരുമാനമാക്കി. ഇനി നമുക്ക് പോകാനുള്ളത് റാഡിക്കൽസ് ആണ്. റാഡിക്കൽസിലേക്ക് വരുന്നതിന് മുന്നേ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ മൊത്തത്തോടെ നമുക്ക് റിവൈസ് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ റൂൾ തുടങ്ങി നമുക്ക് ഒന്നുകൂടെ നോക്കാം.
Rule number 1. In the uncombined elemental state, oxidation state of the element is 0. Standard oxidation state എത്രയാണ് 0 ആണ്. Uncombined state. Uncombined state എന്ന് പറഞ്ഞാൽ വേറൊരു ആറ്റമായിട്ട് കമ്പൈൻ ചെയ്തൊരു മോളിക്യൂൾ ഉണ്ടാക്കാത്തിടത്തോളം കാലം ഓക്സിഡൈസ് സ്റ്റേറ്റ് ഈസ് 0. ഓക്കെ, ഒന്നാമത്തെ റൂൾ. രണ്ടാമത്തെ റൂൾ എന്തായിരുന്നു? ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും അതിനൊരു ഫിക്സഡ് ഓക്സിഡൈസേഷൻ സ്റ്റേറ്റ് ഉണ്ട്. ആൽക്കലി മെറ്റൽസിന് +1 ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന് +2 ആണ് അതിൻ്റെ ഓക്സിഡൈസേഷൻ സ്റ്റേറ്റ്. ദീസ് വാല്യൂസ് ആർ ഫിക്സ്ഡ് ഇൻ ദ കമ്പൈൻഡ് സ്റ്റേറ്റ്. ഓക്കെ, ഇനി പറയുന്ന എല്ലാ കാര്യങ്ങളും കമ്പൈൻഡ് സ്റ്റേറ്റിലാണ്. റൂൾ 3. ഓക്കെ, ഹൈഡ്രജൻ്റെ ഓക്സിഡൈസേഷൻ സ്റ്റേറ്റ്. Hydrogen will have general oxidation state +1, but when hydrogen is connected to a least electronegative element or highly electropositive element, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഓക്സിഡൈസ് സ്റ്റേറ്റ് ക്യാൻ ബി ഹൗ മച്ച്? -1. നോർമൽ ഓക്സിഡൈസ് സ്റ്റേറ്റ് +1, പക്ഷേ ആ വാല്യൂ മാറി -1 വരാം ഓൺലി ഇഫ് ഹൈഡ്രജൻ ഇസ് ബോണ്ടഡ് ടു എ ഹൈലി ഇലക്ട്രോപോസിറ്റീവ് ആറ്റം. ഹൈഡ്രജൻ്റെ കേസ്. ഓക്സിജൻ ഈസ് ഹാവിങ് എ കോമൺ ഓക്സിഡൈസേഷൻ സ്റ്റേറ്റ് -2, but again there can be 3 different possibilities. First one, peroxide, oxidation state is -1. Second case, superoxide, oxidation state is -1/2. Oxyfluorides, positive oxidation states, OF2 +2, O2F2 +1. Only these 2 cases. ഈ 2 കേസ് മാത്രമാണ് ഇതുവരെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളൂ. ഓക്കെ, ആ 2 കേസേ ഉള്ളൂ. എന്തായാലും ലാസ്റ്റ് കേസ്, ലാസ്റ്റ് റൂൾ, ഹാലജൻസ് will have a common oxidation state -1, but it can be having positive oxidation state also when halogen is connected to more electronegative element. കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള ഏതെങ്കിലും ഒരു ആറ്റമായിട്ട് കണക്ട് ആകുമ്പോൾ അതിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് നമുക്ക് പോസിറ്റീവ് വാല്യൂസ് കിട്ടാം. +3, +5. ഓക്കെ, ജസ്റ്റ് മെൻഷൻ ചെയ്തേ ഉള്ളൂ. ഓക്കെ, ഹാലജൻസിൻ്റെ കോമൺ ഓക്സിഡൈസ് സ്റ്റേറ്റ് -1 ആണെങ്കിലും അതർ ഓക്സിഡൈസ് സ്റ്റേറ്റ് ക്യാൻ ബി ദർ, ലൈക്ക് പോസിറ്റീവ് ഓക്സിഡൈസ് സ്റ്റേറ്റ്. ഇറ്റ് ക്യാൻ ബി +1, +3, +5, +7 ഇങ്ങനെയുള്ള ഓക്സിഡൈസ് സ്റ്റേറ്റ് ഒക്കെ പോസിബിൾ ആണ് കേട്ടോ. ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. എന്തായാലും ഇനി നമ്മൾ റാഡിക്കൽസിൻ്റെ കേസിലേക്കാണ് വരുന്നത്. എന്താണ് ഒരു റാഡിക്കൽ? റാഡിക്കൽസ് ആർ കൺസിഡേർഡ് ആസ് എ സിംഗിൾ യൂണിറ്റ് ആൻഡ് ദ ചാർജ് പ്രസൻറ്റ് ഓൺ ദം ഈസ് ടേക്കൺ ആസ് ദ ഓക്സിഡേഷൻ നമ്പർ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം OH- അയോൺ, ഇതൊരു റാഡിക്കലാണ്. ഹൈഡ്രോക്സൈഡ് അയോൺ. ഓക്കെ, ഹൈഡ്രോക്സൈഡ് അയോണിൻ്റെ മൊത്തത്തോടെയുള്ള ചാർജ് അല്ലേ -1, അതാണ് നമ്മൾ ഇതിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് OH- ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ വാല്യൂ? ഓക്സിഡൈസ് സ്റ്റേറ്റ് ഓഫ് OH- വിൽ ബി -1. വേറെ എക്സാമ്പിൾ നമുക്ക് എടുക്കാം. വേറെ എത്രയോ എക്സാമ്പിൾ ഉണ്ട് നമുക്ക് എടുക്കാൻ. സൾഫേറ്റ് അയോൺ SO4 2-. വേറെ ഒന്നും എടുക്കാം, ഫോസ്ഫേറ്റ് അയോൺ PO4 3-. അല്ലേ? ഓക്കെ, ഫോസ്ഫേറ്റ് അയോൺ. അപ്പം ഇതിൻ്റെയൊക്കെ ഓക്സിഡൈസ് സ്റ്റേറ്റ് നമ്മൾ എങ്ങനെ എടുക്കുന്നത്? ഓക്സിഡൈസ് സ്റ്റേറ്റ് ഓഫ് റാഡിക്കൽസ് വിൽ ബി ദ ചാർജ് പ്രസൻറ്റ് ഓൺ ഇറ്റ്. റാഡിക്കൽസ് ആർ കൺസിഡേർഡ് ആസ് എ സിംഗിൾ യൂണിറ്റ്. ഇത് നമ്മളൊരു സിംഗിൾ ആറ്റമായിട്ടല്ല കൺസിഡർ ചെയ്യുന്നത്, ഇതൊരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം, അല്ലെങ്കിൽ ഒരു സിംഗിൾ സ്പീഷീസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ചാർജ് പ്രസൻറ്റ് ഓൺ ദം ഈസ് ടേക്കൺ ആസ് ഓക്സിഡേഷൻ നമ്പർ. അപ്പം ഹൈഡ്രോക്സൈഡ് ആയതുകൊണ്ട് ഒരു -1 ചാർജ് ഉണ്ട്. അപ്പോൾ OH- ഗ്രൂപ്പിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? -1. അതുപോലെ തന്നെ സൾഫേറ്റ് അയോൺ റാഡിക്കലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കും? -2. ഫോസ്ഫേറ്റ് അയോൺ റാഡിക്കലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കും? -3. അപ്പോൾ റാഡിക്കലിൻ്റെ ചാർജ് തന്നെയാണ് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ. അപ്പം നിങ്ങൾക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് റാഡിക്കൽസും അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, 1 by 1 നമുക്കൊന്ന് പോയി നോക്കാം. ഒന്നാമത്തെ കേസ് ഹാലൈഡ് അയോൺ, ഫ്ലൂറൈഡ്, ക്ലോറൈഡ്, ബ്രോമൈഡ്, അയഡൈഡ് ഒക്കെ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ്. O2- അല്ലെങ്കിൽ നമ്മുടെ ഓക്സൈഡ് അയോൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2. N3- ചാർജ് നോക്കിയേ -3, അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റും -3. ഫോസ്ഫൈഡ് അയോൺ ചാർജ് -3, ഓക്സിഡേഷൻ സ്റ്റേറ്റ് -3. സൾഫൈഡ് അയോൺ -2, ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2. അതുപോലെ തന്നെ OH- അയോൺ ഹൈഡ്രോക്സൈഡ് അയോൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? -1. സയനൈഡ് അയോൺ, ഐസോസയനൈഡ് അയോൺ -1 തന്നെയാണ് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. സൾഫേറ്റ് അയോൺ അല്ലെങ്കിൽ സൾഫൈഡ്, രണ്ട് കേസും SO4 2- ഈ സൾഫേറ്റ്, SO3 2- ആണ് സൾഫൈഡ്. രണ്ടിൻ്റെയും കേസിൽ ചാർജ് -2 ആണ്, അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആണ്. ഓക്കെ, ഇനി ഫോസ്ഫേറ്റ് അയോൺ നമ്മൾ ഓൾറെഡി പറഞ്ഞു PO4 3-. അതിൻ്റെ അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കും? -3 ആയിരിക്കും. ഫോസ്ഫൈറ്റ് PO3 3-, ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് -3. ഓക്സലേറ്റ് അയോൺ C2O4 2-. ഓക്കെ, അതിൻ്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആയിരിക്കും, കാരണം ചാർജ് -2 തന്നെയാണ് ഇവിടെ. ഓക്കെ,
പിന്നെ തയോസൾഫേറ്റ് അയോൺ S2O3 2 മൈനസ്, അഗെയിൻ ചാർജ് ഈസ് -2, ഓക്സിഡൈസ് സ്റ്റേറ്റ് -2 ആണ്. S4O6 2 മൈനസ്, ടെട്രാ തയനേറ്റ് എന്നാണ് അതിൻ്റെ പേര് പറയുന്നത്, അതിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റും -2 ആണ്. അപ്പോൾ നമ്മളിവിടെ കോമൺ ആയിട്ട് ഒബ്സർവ് ചെയ്യേണ്ട കാര്യം എന്താ, റാഡിക്കലിൻ്റെ ചാർജ് എന്താണോ അത് തന്നെയാണ് അതിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റും. റാഡിക്കലിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ചാർജ് തന്നെയാണ്. ഇനി പോസിറ്റീവ് അയോൺസും ഉണ്ട് കേട്ടോ. ഇതുവരെ നമ്മൾ കണ്ടതെല്ലാം നെഗറ്റീവ് അയോൺസ് ആണ്. നമ്മൾ നേരത്തെ കണ്ട എല്ലാ കേസുകളും നെഗറ്റീവ് അയോൺസ് ആണ്. ഫോസ്ഫേറ്റ് ആയിക്കോട്ടെ, സയനൈഡ്, ഹാലൈഡ്, ഈ കേസുകളിലൊക്കെ നെഗറ്റീവ് അയോൺസ് ആണ്. പോസിറ്റീവ് അയോൺസും ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ അമോണിയം അയോണിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് എത്രയായിരിക്കും? +1 ചാർജ്. അപ്പോൾ ഓക്സിഡൈസ് സ്റ്റേറ്റും +1 ആയിരിക്കും. നൈട്രോസിൽ കാറ്റയോൺ, നൈട്രോസിൽ അയോൺ എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനം, അതിൻ്റെ +1 ചാർജാണ്. അപ്പോൾ ഓക്സിഡൈസ് സ്റ്റേറ്റ് എത്രയാണ്? +1 ആണ്. അതാണ്. ഇനി ഇതുവരെ നമ്മൾ കണ്ടതിനകത്തൊക്കെ ഒരു കോമൺ ഐഡിയ, നമ്മൾ കുറേ കോമ്പൗണ്ട്സിൻ്റെ കേസ് നമ്മൾ ഓക്സിഡേഷൻ നമ്പർ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു റൂൾ ഞാൻ പറയുകയാണ്. ഈ റൂൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സം ഓഫ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓൾ ദ എലമെന്റ്സ് പ്രസന്റ് ഇൻ എ മോളിക്യൂൾ ഈസ് ഈക്വൽ ടു ദ നെറ്റ് ചാർജ് പ്രസന്റ് ഓൺ ഇറ്റ്. ഓക്കെ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളാണ്. ഞാൻ എക്സാമ്പിൾസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഈ എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പം നോക്കിയേ, ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ എടുത്തിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഗ്രീൻ കളേർഡ് ആറ്റം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ കേസുകളൊക്കെ ഉണ്ടല്ലോ, ദിസ് ഈസ് കോമൺ ഫോർ ബോത്ത് നീറ്റ് ആൻഡ് സ്റ്റേറ്റ്, അല്ലെങ്കിൽ CBSE സ്റ്റേറ്റ് ബോർഡ്സിനൊക്കെ കോമൺ ആയിട്ടുള്ള ഐഡിയ ആണ്. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് നിങ്ങൾക്ക് നീറ്റിലും എക്സ്പെക്ട് ചെയ്യാം, നോർമൽ ബോർഡ് എക്സാം CBSE എക്സാംസിലൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പം സ്റ്റാർട്ടിംഗ് വിത്ത് ഡൈക്രോമേറ്റ് അയോൺ CR2O7 ക്രോമിയത്തിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം ഞാനൊരു ജനറൽ മെത്തേഡ് കാണിച്ചു തരാം, അത് കഴിഞ്ഞിട്ട് നമുക്കത് ഫോളോ ചെയ്യാം എല്ലാത്തിനകത്തും. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പം CR2O7 എടുക്കുകയാണ്. CR2O7 2-. ഞാൻ ഈ കേസ് മാത്രമായിട്ട് ഇവിടെ എടുത്തും ചെയ്യുകയാണ് കേട്ടോ. CR2O7 2-. ക്രോമിയത്തിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് എത്രയാണ് നമുക്ക് അറിയത്തില്ല, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ക്രോമിയത്തിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് നമ്മൾ എഴുതുകയാണ്. എക്സ് എത്രയാണ് നമുക്കറിയില്ല, നമുക്ക് എക്സ് കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് 2 ക്രോമിയം ഉണ്ട്. അപ്പം മൊത്തത്തോടുള്ള ചാർജ് എത്രയായിരിക്കും? ക്രോമിയത്തിൻ്റെ 2x ആയിരിക്കും. ഒരു ക്രോമിയത്തിന് x, 2 ക്രോമിയത്തിന് 2x. ഓക്സിജൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് എത്രയാണ് നമുക്കറിയാം, ജനറൽ ഓക്സിഡൈസ് സ്റ്റേറ്റ്. ഇത് നേരത്തെ നമ്മൾ കണ്ട എക്സെപ്ഷൻസിനൊന്നും വരുന്ന സാധനമല്ല, നോർമൽ കണ്ടീഷൻ. ഓക്സിജൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് എത്രയാണ്? -2. അപ്പോൾ ഓക്സിജൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് -2. അങ്ങനെ 7 ഓക്സിജൻ ആറ്റം ഉണ്ട്. അപ്പോൾ മൊത്തത്തോടെ എത്ര ചാർജ് വരും? -2 × 7. ഓക്കെ, ക്രോമിയത്തിന് 2x ഉണ്ട്, ഓക്സിജന് -2 ഉണ്ട്, × 7 ദാറ്റ് ഈസ് -14. അപ്പം എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ, അതായത് ക്രോമിയത്തിൻ്റെ ചാർജും പിന്നെ എന്താ പറയുക ഓക്സിജൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റും എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരണം? എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മൊത്തത്തോടെയുള്ള ചാർജ് എത്രയാണ്? -2. അത് കിട്ടണം. ഇപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട റൂള്. എന്താണ് റൂള്? സം ഓഫ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓൾ ദ എലമെന്റ്സ് പ്രസന്റ് ഇൻ എ മോളിക്യൂൾ ഈസ് ഈക്വൽ ടു നെറ്റ് ചാർജ് പ്രസന്റ് ഓൺ ഇറ്റ്. ഇതിൻ്റെ നെറ്റ് ചാർജ് എത്രയാണ്? -2. 2 ക്രോമിയത്തിന് 2x, 7 ഓക്സിജന് -2 × 7 -14. മൊത്തത്തോടെയുള്ള ചാർജ് കൂട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സമ്മപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ദ വാല്യൂ ഷുഡ് ബി -2, ദ ചാർജ് ഓഫ് ദ സ്പീഷീസ്. ഇവിടെ നമുക്ക് ഇനി എക്സ് സോൾവ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എക്സ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ എത്ര വരുന്നത്? എക്സ് വിൽ ബി ഫൗണ്ട് ഔട്ട് ആസ് +6. ഓക്സിഡൈസ് സ്റ്റേറ്റ് +6 ആണ്. അപ്പോൾ ക്രോമിയത്തിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് എത്ര ഇവിടെ? +6. ഒരു ക്രോമിയത്തിന് കേട്ടോ, നമ്മൾ എക്സ് ആണ് കണ്ടുപിടിക്കുന്നത്, 2x അല്ല. ഒരു ക്രോമിയത്തിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് നമ്മൾ കണ്ടുപിടിച്ചത്. സിമിലർലി നമുക്ക് വേണമെങ്കിൽ S2O3 തയോസൾഫേറ്റ് അയോൺ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചാണ് റാഡിക്കലിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ്. സൾഫറിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. നമുക്ക് കണ്ടുപിടിക്കാം S2O3 2-. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സൾഫറിന് നമ്മൾ എക്സ് ഓക്സിഡൈസ് സ്റ്റേറ്റ് എന്ന് വിചാരിക്കുന്നു. ഓക്സിജന് -2 നമുക്കറിയാം. അപ്പം 2 സൾഫറുണ്ട്, 2x പ്ലസ് ഓക്സിജന് -2 ഓക്സിഡൈസ് സ്റ്റേറ്റ് 3 ഉണ്ട്. അപ്പം -6. സമ്മേഷൻ ഷുഡ് ബി ഈക്വൽ ടു വാട്ട്? ചാർജ് ഓഫ് ദ അയോൺ -2. നമുക്ക് എക്സ് സോൾവ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഇനി എന്തായിരിക്കും എക്സിൻ്റെ വാല്യൂ? -6 4/2. സോ ദാറ്റ് വിൽ ബി എക്സ് വാല്യൂ കമ്മിങ് ലൈക്ക് +2 അല്ലേ? അതെ, എക്സ് വാല്യൂ വിൽ ബി +2. സിമിലർലി നമുക്ക് NH4+ അയോൺ കണ്ടുപിടിക്കാം. നമുക്ക് NH4+. NH4+. നൈട്രജൻ്റെ നമ്മൾ എക്സ് എന്ന് കൊടുക്കുന്നു. ഹൈഡ്രജൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് എത്രയാണ്? കോമൺ ഓക്സിഡൈസ് സ്റ്റേറ്റ് +1. ഹൈഡ്രജൻ്റെ കോമൺ ഓക്സിഡൈസ് സ്റ്റേറ്റ് +1. കാൽക്കുലേറ്റ് ചെയ്യാം. എക്സ് പ്ലസ് 4 ഹൈഡ്രജൻ ഉണ്ട്, അപ്പം +4
summation should be equal to plus 1 charge. Summation of all the charges should be equal to plus 1, or sum of oxidation state of all the elements must be equal to what? The charge of the species. അപ്പം എക്സ് നമുക്ക് ഇനിയും കാൽക്കുലേറ്റ് ചെയ്യാം. ദ വാല്യൂ ഓഫ് എക്സ് വിൽ ബി -3. അതായത് ഓക്സിഡൈസ് സ്റ്റേറ്റ് ഓഫ് നൈട്രജൻ വിൽ ബി -3. ClO4 മൈനസ് നമുക്ക് അതുപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ക്ലോറിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് നമ്മൾ എക്സ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഒരു ക്ലോറിനുണ്ട്, അപ്പോൾ എക്സ്. ഓക്സിജൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് നമുക്കറിയാം -2. അങ്ങനെ 4 ഓക്സിജൻ ഉണ്ട്. അപ്പോഴോ ഓക്കെ, ഓക്കെ, ക്ലോറിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് ഓക്കെ, നമ്മുടെ ക്ലോറിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് നമ്മളിവിടെ എക്സ് എന്ന് എടുക്കുന്നു. ഓക്സിജൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് നമുക്ക് -2 എന്നറിയാം. അങ്ങനെ 4 ഓക്സിജൻ ഉണ്ട്. അപ്പം പേനയുടെ കളറൊക്കെ മാറിയല്ലോ. ഓക്കെ, -2 into 4 will be -8. Total charge will be equal to how much? -1. അല്ലേ? ക്ലോറിന് എക്സ്, ഓക്സിജന് -2, 4 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ടോട്ടൽ -8 ചാർജസ്. സമ്മേഷൻ ഷുഡ് ബി ഈക്വൽ ടു ദ ചാർജ് ഓഫ് ദ സ്പീഷീസ് -1. അപ്പം എക്സ് എത്രയായിരിക്കും ഇവിടെ? കാൽക്കുലേറ്റിംഗ് ദ വാല്യൂ ഓഫ് എക്സ് ഇറ്റ് വിൽ ബി +7. ഓക്സിഡൈസ് സ്റ്റേറ്റ് ഓഫ് ക്ലോറിൻ എന്ന് പറയുന്നത് +7 ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും ചെയ്യാം. CrO4 2-. ഓക്കെ, ക്രോമിയത്തിൻ്റെ നമ്മൾ എക്സ് എന്ന് കൊടുക്കുന്നു. എക്സ് പ്ലസ് ഓക്സിജൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് എത്രയാണ്? -2. അങ്ങനെ 4 ഓക്സിജൻ ഉണ്ട്. അപ്പം -8. ടോട്ടൽ ചാർജ് ഷുഡ് ബി ഈക്വൽ ടു -2. നോക്കിക്കേ, ചാർജ് ഓഫ് ദ സ്പീഷീസ് എന്ന് പറയുന്നത് -2 ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. എക്സ് വാല്യൂ വിൽ ബി ഈക്വൽ ടു +6. ഒരൊറ്റ മെത്തേഡേ ഉള്ളൂ ഓക്സിഡൈസ് സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ. ബാക്കിയുള്ള കാര്യങ്ങൾ, ബാക്കിയുള്ള റൂൾസൊക്കെ ഫെമിലിയർ ആണെങ്കിൽ ഈ മെത്തേഡിൽ ഏത് സ്പീഷീസിൻ്റെ ഏത് എലമെൻറ്റിൻ്റെയും ഓക്സിഡൈസ് സ്റ്റേറ്റ് നമുക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. കുറേ എക്സാമ്പിൾസ് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ട്രൈ നോക്കാം. Fe2O3 നമുക്ക് ട്രൈ നോക്കാം. ഓക്കെ, അയണിൻ്റെ കേസ് ഞാൻ എക്സ് ഓക്സിഡൈസ് സ്റ്റേറ്റ് എടുത്തു. ഓക്സിജൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് എനിക്കറിയാം. അപ്പോൾ അയൺ ഹാസ് എൻ ഓക്സിഡൈസ് സ്റ്റേറ്റ് എക്സ്. 2 അയണാറ്റം ഉണ്ട്. അപ്പോൾ ഞാൻ എഴുതുന്നു 2x പ്ലസ് ഓക്സിജൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് എനിക്കറിയാം -2. അങ്ങനെ 3 ഓക്സിജൻ ഉണ്ട്. -2 into 3 -6. ടോട്ടൽ ഷുഡ് ബി ഈക്വൽ ടു, ഇവിടെ മോളിക്യൂൾ ന്യൂട്രൽ ആണ്. അപ്പം നെറ്റ് ചാർജ് എത്രയാണ്? 0. ഇനി നമുക്ക് എക്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നല്ലേ ഉള്ളൂ. എക്സിൻ്റെ വാല്യൂ എത്രയാണ് വരുന്നത് ഇവിടെ? എക്സ് വാല്യൂ വിൽ ബി ഈക്വൽ ടു 6/2 3. അതും സൈൻ നമ്മൾ മെൻഷൻ ചെയ്യണം, +3. ഓക്കെ, എല്ലായിടത്തും ഞാൻ സൈൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സൈൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വെൻ യു മെൻഷനിങ് ദ ഓക്സിഡൈസേഷൻ സ്റ്റേറ്റ്. അതുപോലെ തന്നെ Fe3O4 നമുക്ക് ട്രൈ നോക്കാം. ഓക്കെ, അയണിൻ്റെ കേസിൽ ഞാൻ എക്സ് ഓക്സിഡൈസ് സ്റ്റേറ്റ് എടുത്തു. 3 അയണാറ്റം ഉണ്ട്. സോ 3x. ഓക്സിഡൈസ് സ്റ്റേറ്റ് ഓഫ് ഓക്സിജൻ നമുക്കറിയാം -2. ഓക്കെ, -2 into 4 -8. 4 ഓക്സിജൻ ഉണ്ട്. -8. ടോട്ടൽ ഷുഡ് ബി ഈക്വൽ ടു ഹൗ മച്ച്? 0, ബിക്കോസ് മോളിക്യൂൾ ന്യൂട്രൽ ആണ്. അപ്പം നെറ്റ് ചാർജ് എത്രയാണ്? 0. ഇവിടെ നമുക്ക് എക്സ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. എന്താണ് എക്സ് വാല്യൂ വരുന്നത്? എക്സ് വാല്യൂ വിൽ ബി 8/3. ഇവിടെ നമുക്കൊരു ഫ്രാക്ഷണൽ വാല്യൂ കിട്ടുന്നത് 8/3. FeCN 6 times 3- നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അയണിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് ഞാൻ എക്സ് എടുക്കുകയാണ് ഇവിടെ. ഓക്കെ, CN ഗ്രൂപ്പ് റാഡിക്കലാണ്. റാഡിക്കലിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് നമുക്ക് ഓർമ്മയുണ്ടോ? CN സയനൈഡ് അയോൺ -1 ചാർജ് ആണ്. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് നോക്കാം. എക്സ് പ്ലസ് സയനൈഡ് അയോൺ 6 ഉണ്ട്. അപ്പോൾ 6 into -1 -6. ടോട്ടൽ ചാർജ് ഈസ് -3 ഈക്വൽ ടു -3. അപ്പോൾ ഇവിടെ അയണിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് എക്സ് എത്രയായിരിക്കും? എക്സ് വിൽ ബി ഈക്വൽ ടു -6 അപ്പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും +6 -3 +3 ഓക്സിഡൈസ് സ്റ്റേറ്റ്. അതുപോലെ തന്നെ NiCO5 ടൈംസ്. ഇത് ഭയങ്കര ക്രേസി ആയിട്ടുള്ളൊരു എക്സാമ്പിൾ കേട്ടോ. CO ഗ്രൂപ്പ്, കാർബണൈൽ ഗ്രൂപ്പിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് എത്രയെന്ന് അറിയോ? CO ഗ്രൂപ്പിന് ഇതിന് ചാർജ് ഇല്ല. NiCO5 ടൈംസിൽ CO ഗ്രൂപ്പിന് ചാർജ് ഇല്ല. ഐ മീൻ ദ റാഡിക്കൽ CO ഗ്രൂപ്പ് ഹാസ് നോ ചാർജ്. അങ്ങനെയാണെങ്കിൽ നിക്കലിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് എത്രയായിരിക്കും? നമ്മൾ എക്സ് എന്ന് കൊടുത്തു. നമുക്ക് വെറുതെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം.
നിങ്ങൾക്കറിയാം എന്നാലും എക്സ് പ്ലസ് 5 into 0, total charge is again equal to 0 because NiCO 5 times the molecule is neutral. അപ്പം എക്സ് ചാർജ് നിക്കലിനുണ്ട്, CO ഗ്രൂപ്പിന് ചാർജ് ഒന്നുമില്ല. അപ്പം 5 into 0 0, എക്സ് വിൽ ബി ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നിക്കലിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് എത്രയാണ്? 0. അങ്ങനെയുള്ള സിറ്റുവേഷൻസും വരാം. സൾഫ്യൂരിക് ആസിഡ് H2SO4, ഹൈഡ്രജൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് നമുക്കറിയാം +1, സൾഫറിൻ്റെ നമുക്കറിയില്ല എക്സ്, ഓക്സിജൻ്റെത് -2. നമുക്ക് അഗെയിൻ നമ്മുടെ ഇക്വേഷൻ വെച്ചൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. 2 ഹൈഡ്രജൻ, സോ +1 into 2, +2 ഓക്സിഡൈസ് സ്റ്റേറ്റ് ഫ്രം ഹൈഡ്രജൻസ്, ടോട്ടൽ ചാർജ് ഓഫ് ഹൈഡ്രജൻസ്. സൾഫർ ഒരു സൾഫറേ ഉള്ളൂ, അപ്പം എക്സ്. ഓക്സിജന് -2 ഓക്സിഡൈസ് സ്റ്റേറ്റ് ഉണ്ട്, അതുപോലെ 4 എണ്ണം ഉണ്ട്, അപ്പം -8. എല്ലാം കൂടെ കൂട്ടി കഴിയുമ്പം എത്ര വരും? 0. എന്താ? സൾഫ്യൂരിക് ആസിഡ് ഇസ് എ ന്യൂട്രൽ മോളിക്യൂൾ, സോ ടോട്ടൽ ചാർജ് ഷുഡ് ബി ഈക്വൽ ടു 0. സോൾവ് ഫോർ എക്സ്. എക്സ് സോൾവ് ചെയ്ത് വരുമ്പോൾ എത്ര വരിക? എക്സ് വിൽ ബി ഈക്വൽ ടു +6. ഓക്സിഡൈസ് സ്റ്റേറ്റ് +6 ആയിരിക്കും. ഇങ്ങനെ ഏത് കേസിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റും നമുക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ജസ്റ്റ് ദാറ്റ് നമ്മുടെ ബേസിക് റൂൾസ് ഒക്കെ ക്ലിയർ ആയിരിക്കണം. പിന്നെ സമ്മേഷൻ ഓഫ് ഓൾ ദ എലമെൻറ്റ്സ്, ഐ മീൻ സമ്മേഷൻ ഓഫ് ഓക്സിഡേഷൻ നമ്പേഴ്സ് ഓഫ് ഓൾ ദ എലമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ എ മോളിക്യൂൾ ഷുഡ് ബി ഈക്വൽ ടു ദ നെറ്റ് ചാർജ് പ്രസൻറ്റ് ഓൺ ഇറ്റ്. ഇപ്പോൾ നമ്മുടെ സ്പീഷീസ് ഒരു അയോൺ ആണെങ്കിൽ നെറ്റ് ചാർജ് വിൽ ബി ദ ചാർജ് ഓഫ് ദ അയോൺ. നെറ്റ് ചാർജ് വിൽ ബി ചാർജ് ഓഫ് ദ അയോൺ. അങ്ങനെ ഇപ്പോൾ നമ്മുടെ സ്പീഷീസ് ന്യൂട്രൽ ആണെങ്കിൽ നെറ്റ് ചാർജ് വിൽ ബി ഈക്വൽ ടു 0. നെറ്റ് ചാർജ് വിൽ ബി ഈക്വൽ ടു 0. അങ്ങനെ ഓക്കെ. NH4NO2 is another one example. Ki3 is another one example. നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. NH4NO2 നമുക്ക് ട്രൈ ചെയ്യാം. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം രണ്ട് നൈട്രജൻ ഉണ്ട്, അമോണിയം നൈട്രൈറ്റ്. ഈ കേസ് നമുക്ക് സെപ്പറേറ്റ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാവേ. NH4NO2, NH4 പ്ലസ് അയോൺ ഉണ്ട്, ഒരു നൈട്രൈറ്റ് അയോൺ NO2 മൈനസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം, അതാണ് എളുപ്പം. നമ്മൾ ആദ്യം NH4 പ്ലസിൻ്റെ കേസ് നമ്മൾ എടുക്കുന്നു. NH4 പ്ലസ് നൈട്രജൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റും പിന്നെ NO2 മൈനസ് നൈട്രൈറ്റ് അയോണിലുള്ള നൈട്രജൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നൈട്രജൻ ഞാനിവിടെ എക്സ് കൊടുക്കുകയാണ്. ഓക്കെ, എക്സ് പ്ലസ് ഹൈഡ്രജൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് നമുക്കറിയാം +1, അതുപോലെ 4 എണ്ണം ഉണ്ട്, അപ്പം +4. എല്ലാം കൂടെ കൂട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എത്ര ചാർജ് കിട്ടും? +1, കാരണം നെറ്റ് ചാർജ് ഈസ് +1. ഇവിടെ നമ്മൾ എക്സ് വാല്യൂ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നൈട്രജൻ്റെ ഓക്സിഡേഷൻ എത്ര വരെയെന്ന് അറിയോ? -3. അതുപോലെ നമുക്ക് ഇവിടെ സോൾവ് ചെയ്യാം. നൈട്രജൻ ഞാൻ അഗെയിൻ y എന്ന് കൊടുത്തു ഓക്സിഡേഷൻ സ്റ്റേറ്റ് വെറുതെ. ഓക്കെ, എന്നിട്ട് നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. y പ്ലസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഓക്സിജൻ എത്രയാ? -2. അതുപോലെ 2 ഓക്സിജൻ ഉണ്ട്, അപ്പം -2 into 2 -4. നെറ്റ് ചാർജ് ഓഫ് ദ അയോൺ വിൽ ബി -1. ഇപ്പോൾ ഇവിടെ y വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എത്ര വരും എന്നറിയോ? y വിൽ ഹാവ് ആൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3. ഇത് നോക്കിയേ, ഒരൊറ്റ കോമ്പൗണ്ട്, 2 നൈട്രജൻ ഉണ്ട്. ഒരു നൈട്രജൻ നമുക്ക് -3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, മറ്റേ നൈട്രജന് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പം ആവറേജ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കും എന്നറിയോ? ആവറേജ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് നൈട്രജൻ എത്രയായിരിക്കും? ആവറേജ് ഒരെണ്ണത്തിന് -3, ഒരെണ്ണത്തിന് +3, അങ്ങനെയാണെങ്കിൽ ആവറേജ് വാല്യൂ 0. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ആവറേജ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് നൈട്രജൻ ഇൻ അമോണിയം നൈട്രൈറ്റ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും വരാം. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുന്നു നൈട്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അതിൻ്റെ ആവറേജ് എടുക്കുന്നു, അത്രേ ഉള്ളൂ. Ki3 ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. Ki3. അപ്പോൾ നമുക്ക് Ki3ൻ്റെ കേസ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് റെഡിയാക്കാം. പൊട്ടാസ്യത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ? ആൽക്കലി മെറ്റൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വിൽ ബി +1. ഓക്കെ, അപ്പം അയഡിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് അറിയില്ല, നമ്മൾ എക്സ് നിർത്തും. അപ്പം +1 പ്ലസ് 3 അയഡിനുണ്ട്, അപ്പോൾ 3x ഷുഡ് ബി ഈക്വൽ ടു 0. കാരണം നെറ്റ് ചാർജ് ഓഫ് ദ സ്പീഷീസ് 0, ഒരു ന്യൂട്രൽ മോളിക്യൂളാണ്. ഇപ്പോൾ ഇവിടെ എക്സിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ എക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അയഡിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് -1/3 എന്നാണ് വരിക. ഒരു നെഗറ്റീവ് ഫ്രാക്ഷനാണ് ഇവിടെ വരുന്നത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും വരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കാണിച്ചതേ ഉള്ളൂ. ഓക്കെ, ഏറെക്കുറെ നമ്മുടെ ഓക്സിഡേഷൻ നമ്പർ അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാന്നുള്ള എല്ലാ റൂൾസും വിത്ത് കുറേ എക്സാമ്പിൾസ് നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ കുറച്ച് നീറ്റ് എക്സാമ്പിൾസും അല്ലെങ്കിൽ നീറ്റ് ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു
നമ്മുടെ ഡിസ്കഷനിൽ നമ്മൾ സ്റ്റേറ്റ് ബോർഡ് എക്സാമിന് എങ്ങനെ ക്വസ്റ്റൻസ് എക്സ്പെക്ട് ചെയ്യാം, അതുപോലെ നീറ്റിൽ എങ്ങനെ എക്സ്പെക്ട് ചെയ്യാമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഞാൻ 1-2 പ്രീവിയസ് ക്വസ്റ്റൻസ് കാണിച്ചു തരാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് നീറ്റ് ക്വസ്റ്റൻസ് ഉണ്ടാവുക എന്നുള്ളത്. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഫോസ്ഫറസ് ഇൻ PO4 3-. ഫോസ്ഫേറ്റ് അയോണിൽ ഫോസ്ഫറസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. സൾഫറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻ സൾഫേറ്റ് അയോൺ കണ്ടുപിടിക്കണം. ക്രോമേറ്റിൻ്റെ ഓക്സിഡേഷൻ ഡൈക്രോമേറ്റ് അയോണിലും കണ്ടുപിടിക്കണം. ഈ 3 വാല്യൂം ഒരുമിച്ച് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സാധാരണ ചിലപ്പോൾ ഒരു കോമ്പൗണ്ട് വന്നിട്ട് അതിനകത്ത് ഏതെങ്കിലും ഒരു എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും ചോദിക്കുക. ഇവിടെ 3 ചോദിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 3 സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കേണ്ടി വരും. എന്നിട്ട് നമുക്ക് അതിൻ്റെ ആൻസർ ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പം PO4 3- എടുക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് സോൾവ് ചെയ്യാം. PO4 3- PO4 3- ഫോസ്ഫറസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് നമ്മൾ ആദ്യമായിട്ട് ചോദിച്ചേക്കണേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ നോർമൽ മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. ഇവിടെ ഫോസ്ഫറസിന് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എക്സ്, ഓക്സിജൻ്റെത് -2. അപ്പോൾ എക്സ് പ്ലസ് -2 × 4 -8. ടോട്ടൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് ഈക്വൽ ടു ഹൗ മച്ച്? -3. അല്ലെങ്കിൽ ടോട്ടൽ സമ്മേഷൻ എന്ന് പറയുന്നത് ചാർജ് അല്ലേ, അപ്പോൾ -3. എക്സ് വാല്യൂ വിൽ ബി ടേണിംഗ് ഔട്ട് ആസ് +5. ഫോസ്ഫറസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +5. +5 എന്ന് കാണുമ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്യും, എ ഓപ്ഷനും സി ഓപ്ഷനും ഒഴിവാക്കും. കാരണം ഫോസ്ഫറസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +5 ആണെന്നുള്ളതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ശരിക്കും പറഞ്ഞാൽ ഇനി നമ്മൾ ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, അത് +6 ആണ്. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ എക്സാമ്പിൾ നമ്മൾ ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +6 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ പറയാം, നമ്മളിനി അത് കണ്ടുപിടിക്കുന്നില്ല. പകരം എന്ത് ചെയ്യുന്നു, സൾഫറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് സൾഫേറ്റ് അയോണിൽ കണ്ടുപിടിച്ച് നോക്കാം. നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. സ്റ്റിൽ SO4 2-. വേറൊരു കളർ വരട്ടെ. സൾഫറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എക്സ്, ഓക്സിജൻ്റെത് -2 നമ്മളെടുത്തു. അപ്പോൾ എക്സ് പ്ലസ്, അല്ലെങ്കിൽ ഇവിടെ എഴുതാം എക്സ് പ്ലസ് -2 × 4, 4 ഓക്സിജൻ ആറ്റം ഉണ്ട്. അപ്പോൾ -8 ടോട്ടൽ. ആൻഡ് സമ്മേഷൻ ഷുഡ് ബി ഈക്വൽ ടു ദ ചാർജ് ഓഫ് ദ അയോൺ. അതെത്രയാ? -2. അപ്പോൾ ഇവിടെ എക്സ് വാല്യൂ എത്ര വരിക? +6. അപ്പോൾ നമുക്ക് ഒരു തീരുമാനമാക്കാം. ഫോസ്ഫറസിൻ്റെ കേസിൽ +5, സൾഫറിൻ്റെത് +6, ക്രോമിയത്തിൻ്റെതും +6. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ഇവിടെ ഡി ആൻസറാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഞാനൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ നിങ്ങൾക്ക് ഫെമിലറൈസ് ചെയ്ത് തരുന്നു. വേറൊരെണ്ണം കാണിച്ചു തരാം. ഓക്കെ, ഇത് AFMC 2008. നമ്മൾ ബ്രോമിൻ മോളിക്യൂൾ BrO3- കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താണ് ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ ചേഞ്ച് ഉണ്ടാവുക എന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, Br2 ഗെറ്റിംഗ് കൺവേർട്ടഡ് ടു BrO3-. ബ്രോമിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ് ഗൈസ്? എല്ലാവർക്കും അറിയാവുന്നതാണ്. എലമെൻ്റൽ സ്റ്റേറ്റ് ഇൻ അൺകമ്പൈൻഡ് സ്റ്റേറ്റ് എത്രയായിരിക്കും ഓക്സിഡേഷൻ സ്റ്റേറ്റ്? ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ബ്രോമിൻ ഇൻ ദ അൺകമ്പൈൻഡ് സ്റ്റേറ്റ് വിൽ ബി 0. അപ്പോൾ 0 ഒരു ചേഞ്ച് ഉണ്ടാവുന്നത്. സോ ആൻസർ ക്യാൻ ബി എയ്തർ A or C. ഓക്കെ, നമുക്ക് ബിയും ഡിയും നമുക്ക് ഒഴിവാക്കാം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബ്രോമിൻ്റെ ഫൈനൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്രോമിൻ നമ്മൾ എക്സ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൊടുക്കുന്നു. ഓക്സിജൻ നമുക്കറിയാം -2. സോ എക്സ് പ്ലസ് 3 ഓക്സിജൻ ഉണ്ട്. സോ ടോട്ടൽ -6. സമ്മേഷൻ ഷുഡ് ബി ഈക്വൽ ടു ദ ചാർജ്, ദാറ്റ് വിൽ ബി -1. സോ എക്സ് എത്രയായിരിക്കും ഇവിടെ? എക്സ് വിൽ ബി +5. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ബ്രോമിൻ എന്ന് പറയുന്നത് +5 ആണ്. അപ്പം ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെയാണ്? 0 +5 ചേഞ്ച്. ആൻസർ A. AAPMT 2010 ക്വസ്റ്റ്യൻ. ഇതിനകത്ത് ഏത് ഓപ്ഷനിലാണ് ക്ലോറിന് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ളതെന്ന് ചോദിച്ചേക്കുന്നത്? ഏത് കേസിലാണ് ക്ലോറിന് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ളത്? ആൻസർ ഇവിടെ ഡി ആണ്. ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ, നമുക്ക് വേണമെങ്കിൽ ഒന്ന് പ്രൂവ് ചെയ്തേക്കാം. Cl2O. ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2, ക്ലോറിന് എക്സ് എന്ന് കൊടുക്കുകയാണ്. 2 ക്ലോറിൻ ഉണ്ട്, അപ്പോൾ 2x. ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2. ഓക്കെ, സമ്മേഷൻ ഷുഡ് ബി ഈക്വൽ ടു 0, കാരണം ഇതൊരു ന്യൂട്രൽ കോംപ്ലക്സ് ആണ്, അല്ലെങ്കിൽ ന്യൂട്രൽ കോമ്പൗണ്ട് ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര വരിക? എക്സ് വിൽ ബി ഈക്വൽ ടു +1. ഓക്കെ, +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എവിടെ ഉണ്ടെന്ന് ചോദിച്ചേക്കുന്നത്. ബാക്കിയുള്ള കേസിൽ നമുക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ -1 ആണ് HClൻ്റെ കേസിൽ. ഓക്കെ, വേറൊരു കളറിൽ എഴുതാം. ഓക്കെ, ഇവിടെ ക്ലോറിന് -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഇവിടെയും ക്ലോറിന് -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഇവിടെ +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഓരോ എക്സാമ്പിൾസ്. ഇതിനകത്ത് ക്ലോറിന് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് ഡിയിൽ മാത്രമാണ്, ഡി ഓപ്ഷനിൽ മാത്രമാണ്. ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ സെഷനിൽ ഓക്സിഡേഷൻ നമ്പർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, എല്ലാ റൂൾസും നമ്മൾ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഒരു കംപ്ലീറ്റ് പിക്ചർ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് ഓക്സിഡേഷൻ നമ്പറിൻ്റെ ക്വസ്റ്റൻസ് വരിക, എല്ലാ കാര്യങ്ങളും. നമ്മുടെ എല്ലാ സെഷൻസും ഈ രീതിയിൽ തന്നെ ആയിരിക്കും പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, അതായത് നമ്മൾ ആദ്യ കോൺസെപ്റ്റ് ഫുള്ള് ക്ലിയർ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും.
അലോങ് വിത്ത് എക്സാമ്പിൾസ്. അതിൻ്റെ ഇടയിൽ ഞാൻ പറയും ഏതൊക്കെ രീതിയിൽ എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യും. ഇൻ ദ എൻഡ് നമ്മൾ കുറേ എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യും. അവസാനം ഞാൻ നിങ്ങൾക്ക് നീറ്റിൻ്റെ ക്വസ്റ്റൻസും ഫെമിലറൈസ് ചെയ്യും. എങ്ങനെയാണ് ഒരു നീറ്റ് ക്വസ്റ്റൻ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു ക്വസ്റ്റൻ വരാവുന്നതെന്നുള്ളതും ഞാൻ കാണിച്ചു തരും. ഓക്കെ, ഇങ്ങനെയായിരിക്കും നമ്മുടെ എല്ലാ സെഷൻസും മുമ്പോട്ട് പോകാൻ പോണേ. എന്തായാലും ഇനി ആർക്കെങ്കിലും ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം, ഞാൻ ആൻസർ ചെയ്യുന്നതായിരിക്കും. സോ ആരെങ്കിലും നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്കാൻ ചെയ്തേക്കുക, അല്ലെങ്കിൽ നമ്മുടെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, t.me/Vedantu Malayalam. ഈ t.me എന്നുള്ളത് ടെലിഗ്രാമിൻ്റെ ലിങ്കാണ്. /Vedantu Malayalam എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ചാനലിലേക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനൽ ലോഗിൻ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. അത് മാത്രമല്ല, നമ്മളിവിടെ ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ ഉള്ള ക്ലാസ് നോട്ട്സ് ഉണ്ടാവുമല്ലോ, ആ ക്ലാസ് നോട്ട്സ് ഞാൻ അവിടെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇനി ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്കൊക്കെ ഷെയർ ചെയ്യുക. നമ്മൾ ആദ്യത്തെ റിഡോക്സ് റിയാക്ഷൻ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി അടുത്ത സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. റിഡോക്സ് റിയാക്ഷൻ ചാപ്റ്ററിൽ കുറേ ബാലൻസിങ്ങും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. ആ ബാലൻസിങ് ഒക്കെ എളുപ്പമാവണമെങ്കിൽ നമ്മുടെ റിഡോക്സ് റിയാക്ഷൻ്റെ ബേസിക് ഐഡിയാസ്, അതായത് ഓക്സിഡേഷൻ നമ്പർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഓക്സിഡേഷൻ അല്ലെങ്കിൽ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് അപ്കമിങ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. പക്ഷേ എന്നാലും ഇന്നത്തെ ഓക്സിഡേഷൻ നമ്പർ കോൺസെപ്റ്റ് ഒക്കെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മാക്സിമം ക്വസ്റ്റൻസ് ട്രൈ ചെയ്യുക. കാരണം പ്രാക്ടീസ് ചെയ്യാനുള്ള ഏറ്റവും അടിപൊളി മെത്തേഡ് എന്ന് പറയുന്നത് മാക്സിമം ക്വസ്റ്റൻസ് ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. നീറ്റിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് എല്ലാ NCERT ക്വസ്റ്റൻസും ട്രൈ ചെയ്യുക. ഓക്കെ, പിന്നെ എല്ലാ സോഴ്സിനും എവിടെ നിന്നൊക്കെ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻസ് കിട്ടുകയാണെങ്കിൽ അതൊക്കെ ട്രൈ ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു പീപ്പിൾ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ.